ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പം എക്സാമിങ് അടുത്ത് നമുക്ക് എന്താണ് വളരെ കുറച്ച് ടൈമേ ഉള്ളു. സോ നമുക്ക് വളരെ ഭംഗിയായിട്ട് വേഗത്തിൽ എന്ത് ചെയ്യാം, പഠിച്ചു പോകാം. യെസ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം കേട്ടോ. എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആനിമൽ ഡസ് നോട്ട് റെപ്രസെന്റ് ഓസ്ട്രേലിയൻ മാർസുപിയൽ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ തന്നിരിക്കുന്നവയിൽ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നില്ല? അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓസ്ട്രേലിയൻ മാർസുപിയൽ അഡാപ്റ്റീവ് റേഡിയേഷൻ ഫോളോ ചെയ്യാത്തത് ഡസ് നോട്ട്, കണ്ടോ, ഫോളോ ചെയ്യാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ടൈഗർ, കാറ്റ്, കങ്കാരു, കോള, ക്രോക്കഡൈൽ എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. മക്കളെ, നിങ്ങൾ എന്തായിരിക്കും സെലക്ട് ചെയ്യുക? ഇത് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ, അതായത് എന്ത് ചെയ്യുന്ന ഒരു കോമണിൽ നിന്ന് എന്ത് ചെയ്തു പോവാണ്, സെപ്പറേറ്റ് ചെയ്തു പോവാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അവരുടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഓരോ സ്ഥലത്തേക്കും പോവുകയാണ് എന്നുള്ള രീതി, ആ ഒരു തോട്ട് മാത്രം ഇങ്ങനെ മനസ്സിൽ കരുതുക. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഇതിൽ ഓസ്ട്രേലിയൻ മാർസുപിയൽ അഡാപ്റ്റീവ് റേഡിയേഷൻ കാണിക്കാത്തത് ആര് എന്നുള്ളതാണ്. അപ്പൊ ഏതായിരിക്കും ഇതിൽ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതിൽ നമുക്ക് ഏതിനെയൊക്കെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കുക. നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ആൻസറിലേക്ക് എത്തിച്ചേരാൻ ഒന്നീ നമുക്ക് കട്ട് ചെയ്ത് ഓപ്ഷൻ പിക്ക് ചെയ്യാം. ആൻഡ് ദെൻ ഓഡ് വണ്ണോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഒരെണ്ണം ഒറ്റപ്പെട്ട് നിൽക്കണമെങ്കിൽ ബാക്കിയുള്ള 3 പേരും തമ്മിൽ ഒരു റിലേഷൻ വേണ്ടേ, ഒരു ബന്ധം വേണ്ടേ? അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ, അത്രയും ഒരു സിമ്പിൾ ആയിട്ട് കണക്കാക്കുകയാണ്, വേറെല്ലാം തമ്മിൽ എന്തോ ഒരു റിലേഷൻ. അങ്ങനെയെങ്കിൽ ഇവരിൽ എന്തിനെയായിരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടതായിട്ട് ഡസ് നോട്ട് റെപ്രസെന്റ് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കുക? ഏതായിരിക്കും തിരഞ്ഞെടുക്കുക? അത് ടൈഗർ, കാറ്റ് ആണോ, ആൻഡ് ദെൻ കങ്കാരുവാണോ, കോളയാണോ, അല്ലെങ്കിൽ ക്രോക്കഡൈൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും? സിംപ്ലി നമുക്ക് ഒറ്റപ്പെട്ടതെന്നുള്ള രീതിയിൽ തന്നെ, അതായത് നമ്മൾ ഈ ഓസ്ട്രേലിയൻ മാർസുപിയൽ അഡാപ്റ്റീവ് റേഡിയേഷന്റെ ഡീറ്റെയിൽസ് പഠിക്കാതെ പോലും നമുക്ക് എന്ത് ആൻസർ ആയിട്ട് കിട്ടും? ക്രോക്കഡൈലിനെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഒരു ഫിഗർ ബേസ്ഡ് ആയിട്ട് ആ ഒരു ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഉണ്ട് നമ്മുടെ നോട്ട്, അത് ക്ലിയർ ആയിട്ട് തന്നെ അത് കാണുക കേട്ടോ. അഡാപ്റ്റീവ് റേഡിയേഷൻസിന്റെ ഡീറ്റെയിലിങ് അത് നന്നായിട്ട് തന്നെ കാണുക. അപ്പൊ നമ്മൾ ഇവിടെ പിക്ക് ചെയ്യേണ്ട ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ക്രോക്കഡൈൽ എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കോമൺ ആയിട്ട് കാണാൻ കഴിയുമായിരുന്നു എങ്കിൽ നമുക്ക് ഇതിനെ എന്താ ഒറ്റപ്പെട്ടത്, ഡസ് നോട്ട് ഒക്കർ, അല്ലെങ്കിൽ ഇത് ഈ കൂട്ടത്തിൽ ചേരത്തില്ല എന്ന രീതിയിൽ നമുക്ക് കിട്ടുമായിരുന്നു. യെസ്, നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വേഗത്തിൽ പോവാം. അപ്പോൾ പെട്ടെന്ന് ആൻസർ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ നമ്മൾ എക്സാം ഹോളിലായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേഗത്തിൽ പറയാം കേട്ടോ. The kidney is a component of the human dash system. It's a very simple question. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഒരു സിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്, ഏതൊക്കെ ഓർഗൻസ് ഉണ്ട് എന്നറിയാവുന്നവർക്ക് ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ ഏത് സിസ്റ്റം ബേസ്ഡ് ആണെങ്കിലും എഴുതാൻ പറ്റും. യെസ്, ഏതാണ്? ഡൈജസ്റ്റീവ്, റീപ്രൊഡക്റ്റീവ്, എക്സ്ക്രീറ്ററി, നെർവസ് എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. മക്കളെ, ഏത് തിരഞ്ഞെടുക്കും? കിഡ്നി എന്ന് പറയുന്നത് എന്തിന്റെ കമ്പണന്റ് ആണ്? നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ അല്ലെ, എക്സ്ക്രീറ്ററി സിസ്റ്റം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. മക്കളെ, ഞാൻ ചോദിച്ചിരിക്കുന്നത് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് മനസ്സിൽ കരുതുക. എക്സ്ക്രീറ്ററി സിസ്റ്റം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഞാനിവിടെ ഒരേ ഒരു കാര്യമാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിൽ കുറേ ഓർഗനുകൾ ഉണ്ടായിരിക്കും. ഓർഗൻ സിസ്റ്റം ആണ്. അപ്പോൾ അതിൽ ഇവിടെ നമുക്ക് ഒരാളെ തന്നിരിക്കുകയാണ്, കിഡ്നി മാത്രമാണ് തന്നിരുന്നത്. ഇത് കൂടാതെ വേറെ ആരൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക? വേഗത്തിൽ പറഞ്ഞേ. കിഡ്നി മാത്രമല്ല. അപ്പൊ ഞാൻ ഇവിടെ കിഡ്നിയെ ഞാൻ എഴുതി എക്സ്ക്രീറ്ററി. നിങ്ങൾ പറഞ്ഞു ആൻസർ ശരിയാണ്, എക്സ്ക്രീറ്ററി സിസ്റ്റം തന്നെയാണ് മക്കളെ. അപ്പൊ എന്താണ്, ഈ കിഡ്നി മാത്രമല്ലല്ലോ, വേറെയും കുറച്ച് ആളുകളുണ്ട്. കിഡ്നിക്ക് പകരം അവരെ തന്നെങ്കിലും നമുക്ക് എഴുതണമായിരുന്നു. സോ വേഗത്തിൽ പറഞ്ഞേ, കിഡ്നി മാത്രമാണോ? വേറെ ആരുണ്ട്? കിഡ്നി ആൻഡ് ദെൻ യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് ദെൻ യൂറീത്ര. യൂറിനറി ബ്ലാഡർ, യൂറീത്ര. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇനി യൂറിനറി ബ്ലാഡർ തന്നാലും ചിലപ്പോൾ യൂറിനറി എന്നുള്ള ടേം ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലാണെന്ന് അറിയാം. യൂറീത്ര എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയണം യൂറീത്ര ആയിക്കോട്ടെ, അതുപോലെ തന്നെ യൂറീറ്റർ ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, യൂറിനറി ബ്ലാഡർ ആയിക്കോട്ടെ, ഇവർ 4 പേരും എന്തിൽ പങ്കെടുക്കുന്നവരാണ്, അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലെ അംഗങ്ങളാണ്? എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ അംഗങ്ങളാണ്. ഇങ്ങനെ എല്ലാ സിസ്റ്റത്തിന്റെ അകത്തും ഉൾപ്പെടുന്ന ഓർഗൻസിനെ നമ്മൾ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഏതൊക്കെ ഓർഗൻസാണ് ഉള്ളത്?
ഓക്കെ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആണെങ്കിൽ അതിൽ ആരൊക്കെയുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ സിസ്റ്റം പഠിച്ചപ്പോഴും നമ്മൾ അതിൽ ഉൾപ്പെടുന്ന ഓർഗനുകളെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരെണ്ണം ചോദിച്ചപ്പോൾ അത് നമുക്ക് എന്താ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമായിട്ട് മാറി. സോ എന്ത് ചെയ്യുക, അതിനെ മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കുക കേട്ടോ. സിസ്റ്റംസ് കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആരൊക്കെയാണ്, ഏത് ഓർഗനാണ് എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കുക. ഇനി കിഡ്നിയുടെ കേസ് ഇവിടെ പറഞ്ഞതുകൊണ്ട് ചോദിക്കട്ടെ, നമുക്ക് എത്ര കിഡ്നിയാണുള്ളത്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ, വളരെ സിമ്പിൾ. എത്ര കിഡ്നി ഉണ്ട് നമുക്ക്? യെസ്, നമുക്ക് 2 കിഡ്നി ഉണ്ട് അല്ലേ. എത്ര കിഡ്നി ഉണ്ട്? 2 കിഡ്നി ഉണ്ട്. മക്കളെ, എന്താ കിഡ്നിയുടെ ജോലി? കിഡ്നി എന്ത് ജോലി ചെയ്യുന്നു? കിഡ്നിയുടെ ജോലി എന്തുവാ? എന്ത് ജോലിയാണ് നമ്മുടെ കിഡ്നി ചെയ്യുന്നേ? യെസ്, ഫിൽറ്റർ ചെയ്യുക. ബ്ലഡിന്റെ അകത്തുനിന്ന് ആരെ ഫിൽറ്റർ ചെയ്ത് മാറ്റുക? അതാണ് ചോദ്യം. ബ്ലഡിന്റെ അകത്തുനിന്ന്, ബ്ലഡിൽ അരിച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞു. എന്തിനായിരിക്കും അരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നേ? ബ്ലഡിൽ നിന്ന് ആരെ അരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്? നൈട്രജൻ വേസ്റ്റ് അല്ലെങ്കിൽ എന്താണ് യൂറിയയെ മാറ്റി യൂറിനായിട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, യൂറിയ എന്ന് പറയുന്ന ടേം ആലോചിച്ചേ. യൂറിയ, ഈ യൂറിയ ഫോം ചെയ്യുന്ന എവിടെയാണെന്നൊരു ചോദ്യം വന്നു. നിങ്ങൾ എന്ത് ആൻസർ ചെയ്യും? ഫോർമേഷൻ ഓഫ് യൂറിയ ഫോം ചെയ്യുകയാണ്, യൂറിയ ഫോം ചെയ്യുകയാണ്. യെസ്, എവിടെയാ? ലിവറിലാണ്. പലർക്കും തെറ്റിക്കളയുന്ന ഒരു ചോദ്യമാണ്. യൂറിയ എന്ന ടേം കേൾക്കുമ്പോഴത്തേന് എന്താ, കിഡ്നിയിലാണോ യൂറിയ ഫോം ചെയ്യുന്നതെന്നൊരു ചിന്ത വരും. അല്ല, എവിടെയാണ് യൂറിയ ഫോം ചെയ്യുന്നത്? എവിടെ വെച്ചാണ്? ലിവറിലാണ്. യൂറിയ എന്ന് പറയുന്ന നൈട്രജൻ വേസ്റ്റ് ഫോം ചെയ്യപ്പെടുന്നത് എവിടെയാണ്? ഫോർമേഷൻ നടക്കുന്നത് ലിവറിലും, അതിനെ പ്യൂരിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ ഫിൽറ്റർ ചെയ്യുന്നത് എവിടെയുമാണ്? കിഡ്നിയിലുമാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ബേസിക് യൂണിറ്റ് ഓഫ് കിഡ്നി വേഗത്തിൽ പറഞ്ഞേ. നമ്മുടെ കിഡ്നിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കുകയാണ് നിങ്ങളടുത്ത്. എന്താണ് യൂണിറ്റ്? വേഗത്തിൽ പറഞ്ഞേ. നമ്മുടെ കിഡ്നിയുടെ യൂണിറ്റ് ആരാ? യെസ്, നെഫ്രോൺ ആണ് അല്ലേ. നെഫ്രോൺ ആണ്. ഇനി എൻ്റെ ചോദ്യം, ഒരു കിഡ്നിയിൽ എത്ര നെഫ്രോണുകളായിരിക്കും ഉണ്ടായിരിക്കുക? ഒരു കിഡ്നി എടുക്കുകയാണ്, 2 കിഡ്നി ഉണ്ട്, അതിൽ ഒരു കിഡ്നിയിൽ എത്ര നെഫ്രോണുകൾ കാണും? ഇത്തരത്തിൽ എത്ര യൂണിറ്റുകൾ കാണും? നെഫ്രോൺ ആണ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എത്രയാ? വേഗത്തിൽ പറഞ്ഞാൽ എത്രയുണ്ട്? 10 ലക്ഷത്തോളമാണ് കേട്ടോ. എത്ര? 10 ലക്ഷം വരെ 1 മില്യൺ എന്ന് പറയാം. 10 ലക്ഷത്തോളം എന്ത് കാണുന്നുണ്ട്? ഈ നെഫ്രോണുകൾ കാണുന്നുണ്ട്. അപ്പം അത്ര മൈന്യൂട്ടാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നെഫ്രോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിൽ പഠിച്ച ഒരു ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ അല്ലേ. നെഫ്രോണിൻ്റെ സ്ട്രക്ചർ മക്കളെ പഠിച്ചില്ലേ നമ്മൾ? ഓർമ്മയുണ്ടോ? നെഫ്രോണിൻ്റെ സ്ട്രക്ചർ നമ്മളിങ്ങനെ വരച്ചൊക്കെ പഠിച്ചു. നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. ആ സ്ട്രക്ചർ പോർഷൻസ് കൃത്യമായി അറിഞ്ഞിരിക്കുക. സ്ട്രക്ചറിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. സോ ആ ഒരു സ്ട്രക്ചർ, ആ സ്ട്രക്ചറിൻ്റെ ഓരോന്നിൻ്റെയും പേര് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക കേട്ടോ. വളരെ കൃത്യമായിട്ട് ആ സ്ട്രക്ചറിൻ്റെ ഓരോ പോർഷൻസും അറിഞ്ഞിരിക്കുക. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, തേർഡ് വൺ നോക്കിക്കേ. ഇതും നിങ്ങൾ ആൻസർ ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ദ ഡാഷ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് കമ്പണൻറ്റ്. നോക്കിക്കേ, ഈ തന്നിരിക്കുന്നതിൽ കമ്പണൻസ് തന്നിട്ടുണ്ട്. ആക്സോൺ, ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി എന്ന് 3 കമ്പണൻസ് തന്നിരിക്കുകയാണ്. ഇത് എന്തിൻ്റെ, ഏത് സിസ്റ്റത്തിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏത് സെല്ലിൻ്റെ ഭാഗങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മക്കളെ ആൻസർ ചെയ്തുകൂടെ? വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ അല്ലേ. എന്താണ്? യെസ്, ആക്സോൺ ആയിക്കോട്ടെ, ഡെൻഡ്രൈറ്റ് ആയിക്കോട്ടെ, സെൽ ബോഡി ആയിക്കോട്ടെ, ഇവ 3ഉം ആരുടെ ഭാഗമാണ്? യെസ്, നെർവ് സെല്ലിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ എന്താണ് NA ലൈവ് സെഷൻസിലെല്ലാം തന്നെ നമ്മൾ ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഹാർഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ലെവലായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിലുള്ള ചോദ്യങ്ങളും ധാരാളം കണ്ടു. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഈ ഒരു ക്ലാസ്സിൽ എന്താണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം 14-15 ലൈവ് സീരീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? ഹയർ ലെവൽ ക്വസ്റ്റ്യൻസിന് ആ ചാനലിലുള്ള ആ ലൈവ് സെഷൻസ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ രീതിയിലുള്ള കുറച്ച് ഹാർഡ് ലെവലായിട്ടുള്ള ചോദ്യങ്ങളാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത് കൂടുതലും. ഓക്കെ, അതുകൊണ്ട് അത് നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം, കാണണം കേട്ടോ. ആൻഡ് ദെൻ മക്കളെ ഇവിടെ പറഞ്ഞു നെർവ് സെൽ. ഈ നെർവ് സെല്ലിന് മറ്റൊരു പേരുണ്ട്. എന്താണ്? നെർവ് സെല്ലിന് മറ്റൊരു നെർവ് നമ്മൾ പറയാൻ പാടില്ല കേട്ടോ. നെർവ് എന്ന് പറയാൻ പാടില്ല. നെർവ് സെല്ലും നെർവും 2. നെർവ് സെല്ലും നെർവും 2. അതെന്താ മിസ് എങ്ങനെ പറയുന്നത്? ആണ് 2. അതായത് ആക്സോണുകളുടെ ബണ്ടിൽ, ആക്സോണിൻ്റെ ഒരു ബണ്ടിലിനെയാണ് നമ്മൾ നെർവ് എന്ന് പറയുന്നത്. ആക്സോൺ അപ്പോൾ എന്താണെന്ന് ആരാ പറയാ? ഓക്കെ, ആക്സോൺ എന്താണെന്നാ പറയാ? നമുക്കറിയാം, നമ്മൾ ഈ ഫിഗറൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഫിഗറിൻ്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്, ആരൊക്കെയാണെന്ന് നമുക്കറിയാം.
ഓക്കെ, ആരൊക്കെയാണ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്ന പാർട്ട് ഏതാണ്, ലോങ്ങസ്റ്റ് പോർഷൻ ഏതാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഈ ഏറ്റവും നീളം കൂടിയ, ഞാനിവിടെ ആദ്യം ചോദിച്ചതിന് ആൻസർ ആരും പറഞ്ഞില്ല. നെർവസ് സെല്ലിന് വേറൊരു പേരുണ്ടെന്ന് പറഞ്ഞു, ആരും എനിക്ക് പറഞ്ഞു തന്നില്ല. നെർവസ് സെല്ലിൻ്റെ വേറൊരു പേരേതാ? ന്യൂറോൺ. യെസ്, നെർവസ് സെല്ലിൻ്റെ മറ്റൊരു പേരാണ് ന്യൂറോൺ. നെർവസ് സെല്ലിൻ്റെ മറ്റൊരു പേരാണ് ന്യൂറോൺ. പക്ഷെ നെർവ് ഓപ്ഷനിലുണ്ടെന്നുണ്ടെങ്കിൽ നെർവ് ആണോ? നെർവ് അല്ല കേട്ടോ. നെർവായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ നെർവ് സെൽ എന്ത് വ്യത്യാസമുണ്ട്. ഈ നീളമുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക? ആക്സോൺ. ഇതുപോലെ ഒരുപാട് ആക്സോണിനെ ബണ്ടിലാക്കി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? നെർവ് എന്ന് പറയാം. ഓക്കെ, ഒരു നെർവസ് സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂറോണിൻ്റെ ഈ ഏറ്റവും നീളം കൂടിയ പോർഷനാണ് ആക്സോൺ. ഇത്തരത്തിൽ ഒരുപാട് നീളം കൂടിയ ആക്സോണിനെ പൊതിഞ്ഞ ഒരു ബണ്ടിൽ പോലെ വെച്ചിരിക്കുന്നതാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ നെർവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നെർവും നെർവസ് സെല്ലും തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? അത് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ആൻഡ് ദെൻ ഇനി അടുത്ത ചോദ്യമാണ്, ഒരു സ്റ്റിമുലസ് ഏറ്റവും ആദ്യം, ഒരു മെസ്സേജിനെ ഏറ്റവും ആദ്യം സ്വീകരിക്കുന്ന, റിസീവ് ചെയ്യുന്ന ഒരു നെർവസ് സെല്ലിൻ്റെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടാണ് മക്കളെ ആദ്യം മെസ്സേജിനെ ക്യാച്ച് ചെയ്യുക? യെസ്, വെരി ഗുഡ്. ആരാണ്? ഡെൻഡ്രൈറ്റ് ആണ് കേട്ടോ. ആരാണ്? ഡെൻഡ്രൈറ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡെൻഡ്രൈറ്റ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഡെൻഡ്രൈറ്റ് ആണ്. ഇനി ലോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ദ ന്യൂറോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ഈ ഒരു സെല്ലെടുത്തതിൽ ഏറ്റവും നീളം കൂടിയ ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? യെസ്, ആക്സോൺ എന്ന് പറയുന്ന ഭാഗമാണ്. ആക്സോൺ. ഈ നീളമുള്ള ഭാഗത്തിന്റെ പേരെന്താ? ആക്സോൺ. ആക്സോണിനെ പൊതിഞ്ഞ് കാണുന്ന പ്രോട്ടീൻ കോട്ടിനെ എന്താ പറയാ? ആക്സോണിനെ നോക്കിക്കേ, ഈ നീളമുള്ളതിനെ എന്താ ഒരു പെട്ടി പോലെയുള്ള ഭാഗം കൊണ്ട് ഞാൻ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചു. ഈ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് മൈലിൻ ഷീത്ത് ആണ്. മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്ന സെല്ലിന്റെ പേരെന്താ? മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരെ കൊണ്ടാണ്? യെസ്, ആരെ കൊണ്ടാ? ഷ്വാൻ സെൽസിനെ കൊണ്ടാണ് കേട്ടോ. ആരെ കൊണ്ടാണ്? ഷ്വാൻ സെൽസിനെ കൊണ്ടാണ്. അതും അറിഞ്ഞിരിക്കണം. നമ്മൾ ചാപ്റ്റർ വൈസ് പോയപ്പോൾ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താണ് കേട്ടോ. ഏത് കോശങ്ങൾ കൊണ്ടാണ്? ഷ്വാൻ കോശങ്ങൾ അല്ലെങ്കിൽ ഷ്വാൻ സെൽസ് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? വാട്ട് മീൻ ബൈ ഒളിഗോഡെൻഡ്രോസൈറ്റ്? മക്കളെ, നമ്മുടെ CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണെന്ന് അറിയാം നമുക്ക്. CNS സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ 2 ആളുകളാണ് ഉൾപ്പെടുന്നത്. ആരൊക്കെയാ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന? ആരൊക്കെയാ? ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, ആരൊക്കെയുണ്ട്? ബ്രെയിനും സ്പൈനൽ കോഡും. ബ്രെയിനും സ്പൈനൽ കോഡും. ഓക്കെ, ഇതില് ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണുന്ന നെർവ് സെല്ലുകളിൽ കിട്ടിയോ? ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണുന്ന നെർവ് സെല്ലുകളിൽ മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഷ്വാൻ സെല്ലുകൾക്ക് പകരം ആരെ കൊണ്ടായിരിക്കും? ഒളിഗോഡെൻഡ്രോസൈറ്റുകളെ കൊണ്ടായിരിക്കും കേട്ടോ. ആരെ കൊണ്ടാണ്? ഒളിഗോഡെൻഡ്രോസൈറ്റുകളെ കൊണ്ടായിരിക്കും. ആ ഒരു പേര് കൂടി മനസ്സിൽ കരുതുക, ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ കേട്ടോ. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന് അറിഞ്ഞിരിക്കുക. ഇനി വേറൊരു സിമ്പിളായിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇനി പെരിഫറൽ, അതായത് CNS നമ്മൾ പറഞ്ഞു സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ഇനി അതല്ലാതെ പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ ആരാ കാണുക? ഇവരെല്ലാം കണക്ട് ചെയ്യുന്ന നെർവുകൾ കാണുന്നു. അപ്പോൾ 2 ടൈപ്പ് നെർവ് ഇവിടെ കാണുന്നത്. ഏതൊക്കെയാ മക്കളെ? എത്ര എണ്ണം ഉണ്ട്? എത്രയാ? ദ ഫസ്റ്റ് വൺ ഈസ് ക്രേനിയൽ നെർവ്. ഏതാണ്? ക്രേനിയൽ നെർവ് ആൻഡ് ദെൻ സ്പൈനൽ നെർവ് കേട്ടോ. ക്രേനിയൽ നെർവ് ആൻഡ് സ്പൈനൽ നെർവ്. ക്രേനിയൽ നെർവ് ആൻഡ് സ്പൈനൽ നെർവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിൽ കരുതണം കേട്ടോ. ക്രേനിയൽ നെർവും സ്പൈനൽ നെർവും മനസ്സിൽ കരുതുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യമാണ്, സമയമെടുത്ത് വേഗത്തിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറയണം. വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് എന്താ അറിയാവുന്നതിനെ മാച്ച് ചെയ്താൽ തന്നെ ഓപ്ഷന് കിട്ടും. ഓക്കെ, അപ്പോൾ വേഗത്തിൽ നോക്കിയേ. മാച്ച് ദ റെസ്പിറേറ്ററി ഓർഗൻ. റെസ്പിറേറ്ററി ഓർഗൻ റിലേറ്റഡ് ആണ് വിത്ത് ദെയർ റെസ്പെക്റ്റീവ് ഓർഗാനിസം. മക്കളെ, ഓർഗൻ ഒരു സൈഡിൽ തന്നിട്ടുണ്ട്, ഓർഗാനിസം ഒരു സൈഡിൽ തന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞിരിക്കുകയാണ് ബോഡി സർഫസ് വഴി ശ്വസിക്കുന്നത് ആരാണ്? ഏത് ഓർഗാനിസം ആണ്? ഗിൽസ്. അപ്പോൾ ഒരെണ്ണം നമുക്ക് വളരെ കൃത്യമായി കിട്ടിക്കഴിഞ്ഞു. ഗിൽസ് വഴി ശ്വസിക്കുന്ന ആളിനെ നമുക്കറിയാം. ആൻഡ് ദെൻ ലങ്സ്, ട്രക്കിയൽ ട്യൂബ് ഇൻ കേസ് അറിഞ്ഞുകൂടാങ്കിൽ പോലും അടുത്ത ആളിനെയും നമുക്ക് കിട്ടി. ലങ്സ് അത് എന്താണെന്ന് അറിയാം നമുക്ക്. നമുക്ക് ഹ്യൂമൻ ആണെന്ന് അറിയാം, ഗിൽസ് ഫിഷ് ആണെന്നും അറിയാം. അങ്ങനെയാണ് എങ്കിൽ ഏതായിരിക്കും നമുക്ക് എടുക്കാനായിട്ട് പറ്റുക? യെസ്,
ഓപ്ഷൻ ബി തന്നെയാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. നോക്കിക്കേ, ഒന്ന് ബോഡി സർഫസ് വഴി ആരാണ്? യെസ്, ബോഡി സർഫസ് വഴി ശ്വസിക്കുന്നത് സ്പോഞ്ചുകളാണ്. ആൻഡ് ദെൻ ഗിൽസ് ത്രൂ ഫിഷ് ആണ്, ലെങ്സ് ത്രൂ ഹ്യൂമൻ ബീയിങ് ആണ്, ആൻഡ് ദെൻ ട്രക്കിയൽ ട്യൂബ് വഴി കോക്രോച്ച് ആണ്. സോ ഓപ്ഷൻ ബി അല്ലെങ്കിൽ 2 നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് പറ്റുക. കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പം നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് നോക്കുക ഏതെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ ആ 2. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ അറിയാമെങ്കിൽ ഈ 2 ഓപ്ഷനെ മാത്രമാവും. പിന്നെ അതിൽ നിന്ന് വീണ്ടും നമ്മൾ ചിന്തിച്ചാൽ മതി, കോക്രോച്ച് ഒക്കെ ബോഡി സർഫസ് വഴിയായിരിക്കുമോ ശ്വസിക്കുക? അല്ല. അപ്പോൾ അത് ട്രക്കിയൽ ട്യൂബ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഉത്തരത്തിലോട്ട് എത്തിച്ചേർന്നൂടെ? ഇങ്ങനെ എന്ത് ചെയ്യുക, നമ്മൾ ശ്രമിച്ചു നോക്കുക കേട്ടോ. ആദ്യത്തെ നോട്ടത്തിലൊന്നും നമുക്ക് ഇത് കണക്ക് മാച്ച് ദ ഫോളോയിങ് ഒന്നും ആൻസർ കിട്ടണമെന്നില്ല. അപ്പം നമുക്കറിയാവുന്ന എല്ലാം മാച്ച് ചെയ്തതിന് ശേഷം വീണ്ടും വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് കിട്ടുക കേട്ടോ. നോക്കിക്കേ, what is the total number of ribs pair found in an adult human body? Total number of ribs പറഞ്ഞേ മക്കളെ, എത്ര നമ്പർ ഓഫ് റിബ്സ് ആണ് നമുക്കുള്ളത്? അതായത് നമ്മുടെ സ്കെൽറ്റൻ സിസ്റ്റം വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചു മാറിയ ഒരു ചാപ്റ്ററാ. യെസ്, ഓപ്ഷൻ എന്താ? 3 നമുക്ക് സെലക്ട് ചെയ്യാം. എത്ര ഉണ്ട് നമുക്ക്? 12. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെയർ എന്നാണ്, അതുകൊണ്ട് 12. പെയർ എന്ന് തന്നില്ല, നമ്പർ ഓഫ് റിബ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആൻസർ എന്ത് വന്നേനെ? 24 വന്നേനെ അല്ലേ? 24 വന്നേനെ. ഓർമ്മയുണ്ടോ അത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എങ്ങനെയാണ് നമ്മൾ വരച്ചത്? ഇങ്ങനെ നമ്മൾ വരച്ചു. നമ്മുടെ വാരിയല്ലാണ് ഒരു സൈഡിൽ 12 വാരിയലുണ്ട് ഉണ്ടോ? ഇങ്ങനെ 12 വാരിയലില്ല. കൊച്ചു പിള്ളേരൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ എന്താ നമ്മൾ പറയാം, അയ്യോടാ നിന്റെ വാരിയല് കാണാമല്ലോ, നീ ഒന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കത്തില്ലേ? ആ വാരിയല് എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, 12 എണ്ണമാണ് ഉള്ളത്. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഈ റിബ് കേജ് വരുന്നത് ഏത് സിസ്റ്റത്തിലാണ്? അതായത് നമ്മുടെ സ്കെൽറ്റൻ സിസ്റ്റത്തിനെ നമ്മൾ 2 ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു, ആക്സിയൽ സ്കെൽറ്റൻ എന്നും അതുപോലെ തന്നെ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ എന്നും. ഇനി എൻ്റെ ചോദ്യം ഇത്, നമുക്ക് റിബ് 12 പെയർ അല്ലെങ്കിൽ 24 എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, ശരിയാണ്. അപ്പോൾ അത് ആക്സിയൽ സ്കെൽറ്റൻ്റെ ഭാഗമാണോ അല്ലെങ്കിൽ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ എന്താ ആൻസർ ചെയ്യും? ആക്സിയൽ സ്കെൽറ്റൻ്റെ ഭാഗമാണോ മക്കളെ, അല്ലെങ്കിൽ അപ്പൻഡിക്കുലർ സ്കെൽറ്റൻ്റെ ഭാഗമാണോ? എന്താ വേഗത്തിൽ പറഞ്ഞേ? ആക്സിയൽ സ്കെലിറ്റൻ്റെ ഭാഗമാണ് കേട്ടോ. ആക്സിയൽ സ്കെലിറ്റൻ്റെ ഭാഗമാണ്. അപ്പോൾ ആക്സിയൽ സ്കെലിറ്റൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ വേഗത്തിൽ പറഞ്ഞേ. ആക്സിയൽ സ്കെലിറ്റൻ്റെ ഭാഗങ്ങൾ. ടോട്ടൽ നമ്പർ ഓഫ് ആക്സിയൽ സ്കെലിറ്റൻ എത്ര ആക്സിയൽ സ്കെലിറ്റൻ നമുക്ക് ആകെ ഉള്ളത്? മൊത്തത്തിൽ എത്ര അതായത് ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ്ങിൽ എത്ര ബോൺ ഉണ്ടെന്ന് പറഞ്ഞേ വേഗം. ഒരു മുതിർന്ന ആളിൽ കാണുന്ന എല്ലുകളുടെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 206. യെസ്, വെരി ഗുഡ്, 206. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. നമുക്ക് ചോദ്യം വളരെ ചെറിയൊരു ചോദ്യം. ഇനി ഇതിനെയാണ് 2 ക്ലാസിഫൈ ചെയ്തത്, ആക്സിയൽ ആൻഡ് അപ്പൻഡിക്കുലർ. അങ്ങനെയെങ്കിൽ ഈ 206 എത്ര എണ്ണമാണ് ആക്സിയൽ എന്നാണ് ചോദ്യം. എത്ര എണ്ണമാണ്? യെസ്, വെരി ഗുഡ്, 80 ആണ് കേട്ടോ. 80 ആണ്. 80. ഓക്കെ, 80 എണ്ണമാണ് നമുക്ക് എന്തിൽ വരിക? യെസ്, നമ്മുടെ ആക്സിയലിൽ വരിക. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ ആക്സിയലിൽ വരുന്ന ആരൊക്കെയാന്ന് പറ. ഈ ആക്സിയൽ സ്കെൽറ്റനിൽ ആരൊക്കെ വരും? യെസ്, വേഗത്തിൽ പറഞ്ഞേ. യെസ്, സ്കള്ള് വരുമെന്ന് പറഞ്ഞു. വെരി ഗുഡ്, സ്കള്ള് വരും. അതെ, നമ്മുടെ സ്കൾ പോർഷൻ ആക്സിയൽ സ്കെൽറ്റൻ്റെ ഭാഗമാണ്. പിന്നെ സ്കൾ ആക്സിയൽ സ്കെൽറ്റൻ്റെ ഭാഗമാണ്. പിന്നെ വേറെ ആരുണ്ട്? ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ആളുണ്ട്, റിബുണ്ട് അല്ലേ? റിബുണ്ട്. യെസ്, വെരി ഗുഡ്, റിബുണ്ട്. യെസ്, ആരാണ്? യെസ്, വെർട്ടിബ്രൽ കോളം ഉണ്ട്. നട്ടലുണ്ടല്ലേ, നമ്മുടെ ബാക്ക് ബോൺ ഉണ്ട്, വെർട്ടിബ്രൽ കോളം ഉണ്ട്. പിന്നെ ഒരാൾ കൂടിയുണ്ട്. അയാൾ ആരാണ്? ഒരാൾ കൂടിയുണ്ട്. ഞാനൊരു ക്ലൂ തരാം. നമ്മുടെ റിബിനെ കണക്ട് ചെയ്യുന്ന പെൽവിക് ഗേർഡിൽസ് എല്ലാം നമുക്ക് അപ്പൻഡിക്കുലർ സ്കെൽറ്റനിൽ. ഞാൻ ക്ലൂ തരുമ്പോൾ പറയാൻ പറ്റുമായിരിക്കേ. ഈ വാരിയലുകൾ 12 എണ്ണം, ഈ 12 എണ്ണത്തിനെ ഫ്രണ്ടിൽ ബന്ധിപ്പിക്കുന്ന നീളമുള്ള, യെസ്, വെരി ഗുഡ്, ആരാണ്? സ്റ്റേണം. ദാണ്ട് ഇവിടെ നമ്മുടെ മാറല്, ചെസ്റ്റ് ബോൺ, ബ്രസ്റ്റ് ബോൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്രണ്ടിൽ കാണുന്നവരല്ലേ, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ സ്റ്റേണം, നമ്പർ ഓഫ് സ്റ്റേണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട. എത്ര എണ്ണമാണ്? ഒരെണ്ണമാണ് നമുക്ക് ആരുള്ളത്? സ്റ്റേണം ഉള്ളത് കേട്ടോ. ഒരു സ്റ്റേണം മാത്രമേ നമുക്കുള്ളൂ എന്നുകൂടി അറിഞ്ഞിരിക്കാം. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എവിടേക്കോ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ വീണ്ടും ഒന്നുകൂടെ കാണുക. ഓക്കെ, അതെന്ത് ചെയ്യുക? ഒന്നുകൂടെ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ആൻ ഔട്ട്കം ഓഫ് ഡീഫോറസ്റ്റേഷൻ? ഇത് കണക്കുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതെന്ത് ചെയ്യുക? നമുക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കാര്യമേ ഉള്ളൂ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ആൻ ഔട്ട്കം ഓഫ്, അതായത് റിസൾട്ട് ആയിട്ട് ഡീഫോറസ്റ്റേഷന്റെ റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്ന കാര്യം എന്താണ്? ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയുന്നു. ഓക്കെ, ഇൻക്രീസ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടുന്നു. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിന്റെ പ്ലാന്റ് ഫോട്ടോസിന്തസിസ് കൂടുന്നു. ആൻഡ് ദെൻ ഡിക്രീസ് ഇൻ സോയിൽ ഇറോഷൻ കുറയുന്നു. ഏതാ മക്കളെ സെലക്ട് ചെയ്യുക? നോക്കിക്കേ, നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തുകയാണ്, നമ്മൾ എന്ത് ചെയ്യുക? വനങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാവുക, ഔട്ട്കം ആയിട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് കേട്ടോ. എന്താ? ഡിക്രീസ് ഇൻ ഗ്രൗണ്ട് വാട്ടർ ലെവൽ, ഭൂഗർഭ ജലം എന്ത് ചെയ്യും? കുറയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണമെന്ന് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? വളരെ വ്യക്തമായിട്ട് സമാധാനമായിട്ട് വായിച്ചു നോക്കുക. ഇത്തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്താ നമ്മൾ കുറച്ച് വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ചോദ്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ എന്താണ്? നമ്മൾ മരമൊക്കെ വെട്ടി നശിപ്പിച്ച അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഭൂഗർഭജലം കുറയുക എന്നുള്ളതാണ്. സോ അത് മനസ്സിൽ കരുതുക കേട്ടോ. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ റിന്യൂവബിൾ നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. ഏതാണ് റിന്യൂവബിൾ നാച്ചുറൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഏതാ? കോളാണോ, മിനറൽ ആണോ, നാച്ചുറൽ ഗ്യാസ് ആണോ, സൺലൈറ്റ് ആണോ? നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും, തീർന്നു പോകുന്നില്ല. യെസ്, നമുക്ക് എന്താ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആരാണ്? യെസ്, സൺലൈറ്റ് തന്നെയാണ് അല്ലേ, സൺലൈറ്റ് തന്നെയാണ്. ബാക്കി എല്ലാവരും തന്നെ എന്ത് ചെയ്യപ്പെട്ടു പോവാണ്? തീർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് അത് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ, യൂണിസെക്ഷൽ ഫ്ലവർ ഹാവ്, അതായത് യൂണിസെക്ഷൽ ആണ് ഫ്ലവർ എങ്കിൽ അതിന് സ്റ്റേമൻസ് കാണുമെന്ന് പറയുന്നു, പിസ്റ്റില് കാണുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ബോത്ത് സ്റ്റേമൻ ആൻഡ് പിസ്റ്റിൽ, സ്റ്റേമനും പിസ്റ്റിലും കാണുമെന്ന് പറയുന്നു. ആൻഡ് ദെൻ സ്റ്റേമൻ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയുന്നു. എന്താ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? അപ്പോൾ ഇതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെടുത്ത് ചോദിക്കട്ടെ. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഏതാണ്? പൂവാണ്, ഫ്ലവർ ആണ് കേട്ടോ, ഫ്ലവർ ആണ്. ആൻഡ് ദെൻ ഈ ഫ്ലവർ വഴി നടക്കുന്ന റീപ്രൊഡക്ഷൻ, പോളിനേഷന്റെ ഫലമായിട്ട് ഫ്ലവർ വഴി നടക്കുന്ന റീപ്രൊഡക്ഷനെ നമ്മൾ എന്ത് പറയാ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെയുള്ള സെക്ഷൽ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷനെ പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, അതായത് ഒരു പ്ലാന്റിന്റെ പാർട്ടുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കുക. നമ്മൾ ഇല മുളച്ച്, ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അതിന്റെ തണ്ട്, സ്റ്റെം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പുതിയൊരു ചെടി ഉണ്ടാക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ട്യൂബർ ഉപയോഗിക്കുകയാണ്, റൈസോം വെച്ചിട്ട്, സക്കർ ഉപയോഗിച്ച്, ഇങ്ങനെയൊക്കെ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പിനെ നമ്മൾ പറയുന്ന പേര് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് കേട്ടോ. വെജിറ്റേറ്റീവ്ലി നമ്മൾ എന്താ? പ്ലാന്റിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് പുതിയൊരു ചെടി ഉണ്ടാക്കുകയാണ്. എന്നാൽ വിത്ത് വഴി, സീഡ് വഴി, പോളിനേഷൻ വഴി ഒരു എന്താണ് പുതിയ തൈച്ചെടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഫ്ലവറിന്റെ പാർട്സ് ഏതൊക്കെയാണ് മക്കളെ? ഫ്ലവറിന് 4 പാർട്ടാണ് ഉള്ളത്, മെയിൻ ആയിട്ട് 4 വേൾസാണ് ഉള്ളത്. ആ 4 വേൾസ് ഏതൊക്കെയാ? 4 വേൾസ്? ഒരു പൂവ് എടുക്കുകയാണെങ്കിൽ പൂവിന് 4 വേൾസ്, 4 ഇതളുകൾ, 4 ഭാഗങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ആരൊക്കെയാ? അല്ലല്ല, നമ്മൾ ഉള്ളിലോട്ട് കിടക്കണ്ട. ഏറ്റവും ബേസിക്കലി 4 എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയുണ്ട്? നമ്മൾ ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു തരും. നോക്കിക്കേ, സെപ്പലുണ്ട്, പെറ്റലുണ്ട്, പിന്നെ ആരുണ്ട്? ഇനി എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ, അതൊരു പൂവിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ പറയാ? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ഒരു പൂവിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? യെസ്, ഏതാണ്? സ്റ്റേമൻ ആണ് അല്ലേ, സ്റ്റേമൻ. ഈ സ്റ്റേമൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്, സിംഗിൾ യൂണിറ്റ് ആണ്. അതിന് മൊത്തത്തിൽ നമ്മൾ എന്താ പറയാ? ആൻഡ്രീഷ്യം എന്ന് പറയുന്നു കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്നു. ആൻഡ്രീഷ്യത്തിന്റെ സിംഗിൾ യൂണിറ്റുകളാണ് ആരെന്ന് പറയുന്നത്? സ്റ്റേമൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ്രീഷ്യം അതുകൂടെ ഒന്ന് മനസ്സിൽ കരുതണം. ഇൻ കേസ് ആൻഡ്രീഷ്യം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആൻഡ്രീഷ്യം കറക്റ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ് മക്കളെ, ഫീമെയിലിന്റെ കേസിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൂവിന്റെ ഫീമെയിൽ പോർഷൻ ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ഈ ആൻഡ്രീഷ്യത്തിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ആൻഡ്രീഷ്യം ആൻഡ് ആണ്
മെയില് ആൻഡ്രീഷ്യം, ആൻഡ് ദെൻ എന്താണ് ഗേള് അല്ലെങ്കിൽ എന്താണ് ഫീമെയിൽ എന്നുള്ള രീതിയിൽ ഗേള് വെച്ചിട്ട് അങ്ങനെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നോ? ഗൈനീഷ്യം കേട്ടോ. ഗൈനീഷ്യം അപ്പോൾ ഏതാണ്? ഫീമെയിൽ പാർട്ടാണ് കേട്ടോ. ഫീമെയിൽ പാർട്ട് ഗൈനീഷ്യം. ഗൈനീഷ്യം ഫീമെയിൽ പാർട്ടാണ്. ഇവിടെ നമ്മൾ സ്റ്റേമൻ എന്ന് പറഞ്ഞതുപോലെ ഇതിനും എന്തുണ്ട്? യൂണിറ്റ് ഉണ്ട്, സിംഗിൾ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിനെ എന്താ നമ്മൾ പറയുന്നതെന്ന് അറിയാമോ? യെസ്, അതിനെ നമ്മൾ ഏതാണ്ടേ കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്ന് പറയും. കാർപ്പൽ എന്നോ പറയാം, അല്ലെങ്കിൽ എന്നും പറയാം പിസ്റ്റിൽ എന്നും പറയാം. കാർപ്പൽ എന്നോ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്നോ പറയാം. ഓക്കെ, കിട്ടിയോ? അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കിക്കേ. നമുക്ക് ഒരു പൂവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഒരു പൂവ് റോസാപ്പൂവെല്ലാം എടുക്കുകയാണെന്ന്, അയ്യോ ഓക്കെ നോക്കട്ടെ ഒന്നുകൂടെ. ഒരു പൂ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ പൂവിന് 4 വേൾസ് ഉണ്ട്. ഓക്കെ, 4 വേൾസ് ഉണ്ട്. ഇതിപ്പോൾ എല്ലാം ഒരേ കളറിൽ വരയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുമോയെന്ന് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞു. മക്കളെ നോക്കിക്കേ. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചെടിയുടെ ഏറ്റവും പുറത്തായിട്ട് ഇങ്ങനെ ഒരു പച്ച കളറിൽ കണ്ടിട്ടില്ലേ? ഒരു ചെമ്പരത്തി പൂവിനെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഇതളുകൾ പോലെ തന്നെ ചെറിയ നൈസായിട്ടുള്ള ഇതളുകൾ പോലെ കാണുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരെന്താ? സെപ്പൽ എന്നാണ്. സെപ്പൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ സെപ്പലാണ് ഫസ്റ്റ് വേൾ എന്ന് പറയുന്നത്. ആദ്യം കാണുന്ന ഫ്ലവറിൻ്റെ 4 വേളുകളിൽ ആദ്യത്തെ വേളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെടി, ഒരു പൂവ് മൊട്ടായിരിക്കുന്ന സമയത്ത്, ഓക്കെ, ബഡായിരിക്കുന്ന സമയത്ത് മൊത്തം ഏത് കളറിലാണ് നമ്മൾ കാണുക? ബഡായിട്ടിരിക്കുന്ന സമയത്ത് മൊത്തം പച്ച കളറിലാണ് കാണുക അല്ലേ? എന്ത് ചെയ്യും? ഈ ഫുൾ നമ്മുടെ ഈ എന്താ സെപ്പൽ പോർഷനും ഫുള്ളി കവർ ചെയ്തിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? പ്രൊട്ടക്ഷൻ. അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അട്രാക്റ്റീവായിട്ടുള്ള പാർട്ട്, കളർഫുള്ളായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള പാർട്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പെറ്റലുകൾ അല്ലെങ്കിൽ ദളങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, പെറ്റൽ അല്ലെങ്കിൽ ദളങ്ങൾ എന്ന് പറയുന്നത്. ഈ സെപ്പലും പെറ്റലും എന്ത് ചെയ്യാണ്? ഇത് നമുക്ക് സഹായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവരെന്ത് ചെയ്യുന്നില്ല? ഇവര് റീപ്രൊഡക്ഷനിൽ നേരിട്ട് പങ്കുകൊള്ളുന്നവരല്ല. ഇനി അടുത്ത ആളുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? യെസ്, നമ്മൾക്ക് മെയിൽ പോർഷനും ഉണ്ട്, മെയിൽ പോർഷൻ ഉണ്ട്, ആൻഡ് ദെൻ അതുപോലെ തന്നെ ഫീമെയിൽ പോർഷനും ഉണ്ട്. ഇതിനെ ഇപ്പോൾ ഞാൻ ഒരെണ്ണത്തിൽ മെയിൽ പോർഷൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എന്ന് പറയുന്ന മെയിൽ പോർഷൻ. ഇതിലെ സിംഗിൾ യൂണിറ്റിനെ നമ്മൾ എന്ത് വിളിച്ചു? സ്റ്റേമൻ എന്ന് വിളിച്ചു. സിംഗിൾ യൂണിറ്റിനെ എന്ത് വിളിച്ചു? സ്റ്റേമൻ എന്ന് വിളിച്ചു. മക്കളെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ +2-ന് വളരെ വ്യക്തമായിട്ട് എന്ത് പറയുന്നുണ്ട്? ഈ സ്റ്റേമൻ്റെ സ്ട്രക്ചർ പറഞ്ഞു പോകുന്നുണ്ടല്ലോ അല്ലേ? സ്റ്റേമൻ്റെ സ്ട്രക്ചർ പറഞ്ഞു പോകുന്നുണ്ട്. സോ ഞാൻ സ്റ്റേമൻ ഇങ്ങോട്ട് മാറ്റി വരച്ചു. അങ്ങനെയെങ്കിൽ സ്റ്റേമൻ്റെ ഈ ഒരു ഭാഗത്തിന് എന്ത് പറയും? ഈ ഒരു ഭാഗത്തിന് എന്ത് പറയും? വേഗത്തിൽ പറഞ്ഞേ. ഏറ്റവും മുകളിൽ ബൾജ് ചെയ്തിരിക്കുന്ന ആ ഒരു ഭാഗത്തിന്, സ്റ്റേമൻ്റെ ഭാഗത്തിന് എന്തായിരുന്നു പഠിച്ചേ? എന്താണ്? യെസ്, അത് ആന്തർ എന്നാണ് കേട്ടോ. പേരെങ്ങനെയാ? ആന്തർ. ആൻഡ് ദെൻ ഹിയർ എന്താണ്? ആ തണ്ട് പോലെയുള്ള ഭാഗത്തിന് എന്ത് പഠിച്ചു നമ്മൾ? ഫിലമെന്റ് എന്ന് പഠിച്ചു. എന്ത് വിളിച്ചു? ഫിലമെന്റ് എന്ന് വിളിച്ചു. ഇവിടെ നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരു ആൻജിയോസ്പോമ, ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് എടുക്കുമ്പോൾ അതിൻ്റെ ആന്തർ എങ്ങനെയുള്ളവയാണ്? ആന്തറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ബൈലോബ്ഡ് ആണ്. ബൈലോബ്ഡ് ആണ്. കിട്ടിയോ? 2 ലോബുകളുണ്ട്. നോക്കിക്കേ, 2 ലോബുണ്ട്. ബൈലോബ്ഡ് ആണ്. ആൻഡ് ദെൻ ഇത് ഡൈതീക്കസ് ആണ്. ഡൈതീക്കസ് ആണ്. ഡൈതീക്കകൾ കാണുന്നു. ഡൈതീക്കസ് ആണ്. ഈ 2 പോയിന്റുകളും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സ്റ്റേമൻ്റെ ക്ലാസിഫിക്കേഷൻ ടൈമിൽ നമ്മൾ ആ ഒരു പോയിന്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടയാ. സോ മനസ്സിലൊന്ന് കരുതിക്കോ. ആന്തർ, ആൻജിയോസ്പേമുകളിലെ ആന്തറുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ബൈലോബ്ഡ് ആണ്. ഓരോ ലോബിലും 2 തീക്കകൾ വീതം കാണും. സോ ഡൈതീക്കസ് ആണ്. ടോട്ടൽ 4 തീക്കയുണ്ട്. ഒരു ലോബിൽ 2 ലോബുണ്ട്, ബൈലോബ്ഡ്. അപ്പോൾ ഒരു ലോബിൽ 2, മറ്റ് രണ്ടാമത്തെ ലോബിൽ 2, അങ്ങനെ മൊത്തം 4 എണ്ണം ഉണ്ട്. പക്ഷെ ഒരു ലോബിൽ 2 ആയതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കുന്നു? ഡൈതീക്കസ് എന്നാ മക്കളെ വിളിക്കുന്നത് കേട്ടോ. ഡൈതീക്കസ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു പോയിന്റ്, 2 പോയിന്റുകളും ഒന്ന് വ്യക്തമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ഫീമെയിലിന്റെ കേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫീമെയിലിന്റെ കേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഫീമെയിലിന്റെ കേസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ നമ്മൾ മൊത്തത്തിൽ എങ്ങനെ വിളിക്കും? ഗൈനീഷ്യം എന്ന് വിളിക്കും. ഗൈനീഷ്യം എന്ന് വിളിക്കും. അതിൻ്റെ യൂണിറ്റിനെ നമുക്ക് 2 പേരിൽ പറയാം. പിസ്റ്റിൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കാം.
ഈ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലിന് എത്ര ഭാഗമുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വേഗത്തിൽ പറഞ്ഞേ. ഈ ഒരു ഫിഗർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് വേഗത്തിൽ പറഞ്ഞേ, ഏതൊക്കെയാ? ദിസ് ഇസ് എ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി. ഇങ്ങനെ 3 ഭാഗങ്ങൾ ആർക്കുള്ളത് മക്കളെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ്? ആദ്യത്തെ ഏറ്റവും ടോപ്പിൽ കാണുന്ന സ്റ്റിക്കി ആയിട്ടുള്ള ഈ ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഇങ്ങോട്ടാ എന്ത് ചെയ്യുക? പോളൻ ഗ്രെയിൻ വന്ന് വീഴുക. മെയിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഗ്യാമറ്റ് വന്ന് ഇങ്ങോട്ട് പോളൻ ഗ്രെയിൻ ഇവിടെയാ വന്ന് വീഴുക. ഓക്കെ, ഇവിടെയാണ് വന്ന് വീഴുക. ആൻഡ് ദെൻ എന്ത് ചെയ്യും? ഈ നീളമുള്ള ഭാഗം എന്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഓവറിയും സ്റ്റിഗ്മയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സ്റ്റൈൽ എന്ന് പറയുന്ന കുഴല്. ശേഷം എന്ത് ചെയ്യും? ശേഷം ഓവറിയാണ് ഈ കാണുന്നത്. അതായത് ഓവ്യൂളുകൾ കാണുന്ന ഭാഗം, ഓവ്യൂള് കാണുന്ന ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഓവറി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ആ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് യൂണിസെക്ഷൽ എന്നാണ്. എന്താ യൂണിസെക്ഷൽ? യൂണി എന്ന് പറയുന്ന ടേം നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള മക്കളെ. യൂണി എന്ന ടേം എന്തിനെയാ സൂചിപ്പിക്കുന്നത്? യൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടേമാ? ഏത് അക്കത്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വേഗത്തിൽ പറഞ്ഞേ. 1 എന്ന അർത്ഥം. ഓക്കെ, യൂണി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 1, 1 എന്നാണ് അർത്ഥം. യെസ്, അപ്പോൾ എന്താണ്? ഏതെങ്കിലും ഒരു സെക്സ് ഓർഗനെ കാണൂ. ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ മാത്രമേ കാണൂ. സോ യൂണിസെക്ഷൽ എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ്? ഒന്നെങ്കിൽ സ്റ്റേമൻ, ഒന്നെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അല്ലെങ്കിൽ പിസ്റ്റിൽ. സ്റ്റേമൻ ഓർ പിസ്റ്റിലാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുകയാണ് ബോത്ത് സ്റ്റേമൻ ആൻഡ് പിസ്റ്റിൽ. അങ്ങനെയുള്ള പ്ലാന്റ് ഉണ്ടോ? പിസ്റ്റിലും ഉണ്ട്, ആൻഡ് ദെൻ അതുപോലെ തന്നെ സ്റ്റേമനും ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ അതിനെ എന്താ പറയുക? ബൈസെക്ഷൽ ഫ്ലവർ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? ബൈസെക്ഷൽ ഫ്ലവർ എന്നാണ് ഇത്തരത്തിൽ 2 സെക്സ് ഓർഗനും കാണുകയാണ് എങ്കിൽ വിളിക്കുന്നത്. ബൈസെക്ഷൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യുക? മനസ്സിൽ കരുതുക. അടുത്തത് എൻസിസ്റ്റേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ. ഏതാണ് സെലക്ട് ചെയ്തേ? ഈസ്റ്റ് അമീബ ഹൈഡ്ര സ്പോഞ്ച്. ഈസ്റ്റ് അമീബ ഹൈഡ്ര സ്പോഞ്ച് ഇവയിൽ എൻസിസ്റ്റേഷൻ പ്രോസസ്സ് കാണിക്കുന്നത് ആരാണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എൻസിസ്റ്റേഷൻ പ്രോസസ്സ് കാണിക്കുന്നത് ആരാന്നറിയാവോ? നോക്കിക്കേ, ഈസ്റ്റ് കാണിക്കുന്ന ഇത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇവരെല്ലാം ഈ മൈന്യൂട്ട് ഓർഗാനിസംസ് എല്ലാം. അപ്പോൾ ഇവരെന്താ കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാമേ. ഈസ്റ്റ് എങ്ങനെയാണ് പുതിയൊരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബഡ്ഡിങ് വഴിയാണ് കേട്ടോ. എങ്ങനെയാണ്? ബഡ്ഡിങ് വഴിയാണ് പുതിയ ഒരെണ്ണം ഉണ്ടാക്കുക. ഇനി അമീബയാണ് എങ്കിലോ? അമീബയാണ് എങ്കിൽ അമീബ എന്താ ചെയ്യുക? യെസ്, അമീബ ചെയ്യുന്നത് ബൈനറി ഫിഷൻ ആണ് കേട്ടോ. യെസ്, ബൈനറി ഫിഷൻ ആണ്. ആൻഡ് ദെൻ പിന്നീട് ഹൈഡ്രയുടെ കേസാണ് പറയുന്നത്. ഹൈഡ്രയാണ് എങ്കിൽ ഹൈഡ്രയെ എന്ത് തന്നെയാണ് കാണിക്കുക? ബഡ്ഡിങ് തന്നെയാണ് കാണിക്കുക. ബഡ്ഡിങ്, മക്കളെ ഇത് കാണാൻ പഠിക്കണം കേട്ടോ. ബഡ്ഡിങ് തന്നെയാണ് കാണിക്കുന്നത്. സ്പോഞ്ച് ആണ് എങ്കിൽ ജെമ്മ്യൂളാണ് കേട്ടോ. ജെമ്മ്യൂള് അതുകൂടി ഒന്ന് മനസ്സിൽ കരുതിയേരെ. അപ്പം ഇവിടെ ഇതൊന്നും അല്ല ചോദ്യം, അല്ലേ? ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? 8ാമത്തെ ക്വസ്റ്റ്യനോ? യൂണിസെക്ഷൽ ഫ്ലവർ മോനെ. യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിസെക്ഷൽ, ഒരു സെക്സ് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ആരെ എടുക്കാൻ പറ്റൂ? ഒന്നെങ്കിൽ സ്റ്റേമൻ കാണണം, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണണം, അല്ലെങ്കിൽ പിസ്റ്റിൽ കാണണം, അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് കാണണം. അപ്പോൾ യൂണിസെക്ഷൽ സൂചിപ്പിക്കുന്നത് ഒന്നെങ്കിൽ സ്റ്റേമൻ ഓർ അല്ലെങ്കിൽ പിസ്റ്റിൽ, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് കാണുന്നത്. ഒരു ഫ്ലവർ എടുക്കുമ്പോൾ ആ ഫ്ലവറിൽ ഒന്നെങ്കിൽ ആൺപൂ മാത്രം, അല്ലെങ്കിൽ എന്താ അത് പിസ്റ്റിൽ മാത്രം കാണിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റേമനെ മാത്രം കാണിക്കും. അതിനെയാണ് യൂണിസെക്ഷൽ എന്ന് പറഞ്ഞത്. പിന്നെ മിസ് പറഞ്ഞു എന്താ? സ്റ്റേമനും കാണിക്കും. ഒരു പൂവിൽ തന്നെ എന്താണ്? സ്റ്റേമനും ഉണ്ട്, അതുപോലെ തന്നെ പിസ്റ്റിലും ഉണ്ട്. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട് എങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ബൈസെക്ഷൽ എന്ന് കേട്ടോ. ബൈസെക്ഷൽ എന്ന്. കിട്ടിയോ? ഓക്കെ ആണോ അവനെ? അടുത്തോട്ട് പോവാം. ഏതെങ്കിലും ഒന്നേ ഉള്ളൂ എങ്കിൽ അതിനെ യൂണിസെക്ഷൽ എന്നും, 2 സെക്സ് ഓർഗനും കാണുന്നു എങ്കിൽ അതിനെ ബൈസെക്ഷൽ എന്നും വിളിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മൾ ഈസ്റ്റ് പുതിയ ഒരെണ്ണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വഴി ഉണ്ടാവുക? ബഡ്ഡിങ് വഴിയാണ്. അമീബ പുതിയ ഒരെണ്ണം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ബൈനറി ഫിഷൻ വഴിയാണ്. ഹൈഡ്ര പുതിയ ഒരെണ്ണം ഉണ്ടാവണമെങ്കിൽ അതും ബഡ്ഡിങ് വഴിയാണ്. സ്പോഞ്ച് പുതിയ ഒരു സ്പോഞ്ച് ഉണ്ടാവണമെങ്കിൽ ജെമ്മ്യൂൾസ് വഴിയാണ് ന്യൂ വൺ ഉണ്ടാകുക. പക്ഷെ ചോദ്യം നോക്കിക്കേ, എൻസിസ്റ്റേഷൻ. മക്കളെ എന്താ എൻസിസ്റ്റേഷൻ എന്ന് വെച്ചാൽ സിംപ്ലി നമുക്ക് പറയാം, അമീബ സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു? ബൈനറി ഫിഷൻ വഴിയാണ്. വാട്ട് യു മീൻ ബൈ ബൈനറി ഫിഷൻ? എന്ത് ചെയ്യുന്നു? ഒരു അമീബ കട്ടായി 2 അമീബയാകുന്നു. ഇതാണ് ഇതെന്ന് പറയുന്നത് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാകുക. എന്നാൽ ഇത് സംഭവിക്കുന്നത് എപ്പോഴും ഫേവറബിൾ കണ്ടീഷൻ ആയിരിക്കും. ഫേവറബിൾ കണ്ടീഷൻ, നല്ല അവർക്ക് ഇഷ്ടമുള്ള നല്ല കണ്ടീഷനിൽ. എന്നാൽ അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്, പുറത്ത് അന്തരീക്ഷം എൻവയോൺമെന്റ് അവർക്ക് അനുയോജ്യമാകുന്നില്ല. അങ്ങനെയെങ്കിൽ അമീബ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ അമീബയുടെ ഈ കാലുകളെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അമീബയുടെ ഈ ഒരു എന്താണ്? ഫോൾസ് ഫൂട്ട് എന്ന് പറയും അല്ലേ? കപടപാദങ്ങൾ, സ്യൂഡോപോഡിയ എന്ന് പറയും. അപ്പൊ ഇത് അൺഫേവറബിൾ കണ്ടീഷനിൽ എന്ത് ചെയ്യുമെന്നറിയാവോ? ഇതങ്ങ് ചുരുങ്ങിയിട്ട് പുറത്ത് ഒരു സിസ്റ്റ് മീൻസ് എന്തോ ലേയേഴ്സ് ഫോം ചെയ്യും. ഓക്കെ, നമ്മളിപ്പം മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് തണുക്കുകയാണ് ഭയങ്കരമായിട്ട്, പുറത്ത് അന്തരീക്ഷം മോശം, അൺഫേവറബിൾ കണ്ടീഷൻ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ഇങ്ങനെ നൂന്നിക്കുകയാണെങ്കിൽ നമ്മൾ ചുരുളും. അതുപോലെ ഇവരുടെ കാലെല്ലാം ഉള്ളിലേക്ക് വലിച്ചിട്ട് അങ്ങ് ചുരുളും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ? നമ്മൾ കമ്പിളി പുതയ്ക്കുന്ന കണക്ക് 3 ലെയറുള്ളൊരു കോട്ട് ഇവർ തന്നെ അങ്ങ് ഉണ്ടാക്കും. ഓക്കെ, 3 ലെയറുള്ള കോട്ട്. പുറത്ത് അന്തരീക്ഷം ശരിയല്ല, അൺഫേവറബിൾ കണ്ടീഷൻ. സോ എന്ത് ചെയ്യും? പുറത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ലെയറിനെ പറയുന്ന പേരാണ് സിസ്റ്റ് എന്ന് പറയുന്നു. എന്ത് പറയുന്നു? സിസ്റ്റ് എന്ന് പറയുന്നു. എന്നിട്ട് ഈ ഇങ്ങനെ ചുരുണ്ടിന്റെ അകത്തിരിക്കുകയാണ് ആളുകൾ. എന്നിരുന്നാൽ പോലും റീപ്രൊഡക്ഷന്റെ ടൈം ആയി എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഇവരെ സാധാരണ ബൈനറി 2ആയി മാറുന്നവര് ഇവിടെ എന്ത് ചെയ്യുന്നറിയോ? മൾട്ടിപ്പിൾ ഫിഷന് വിധേയമാകും. മൾട്ടിപ്പിൾ ഫിഷൻ, അതായത് കുറേ അമീബ കുഞ്ഞുങ്ങളെ അങ്ങ് ഉണ്ടാക്കും. 2 എണ്ണം അല്ല, കുറേ അമീബ കുഞ്ഞുങ്ങൾ വരും. മൾട്ടിപ്പിൾ ഫിഷൻ. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴാണോ ഒരു ഫേവറബിൾ കണ്ടീഷൻ വരുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഇത് പൊട്ടിപ്പുറത്തേക്ക് വരും. അപ്പൊ ആദ്യം പറഞ്ഞതുപോലെ ഈ 3 ലെയറുള്ള സിസ്റ്റ് ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാ മക്കളെ എന്താ? എൻസിസ്റ്റേഷൻ. ഇത്രയേ ഉള്ളൂ. അമീബകള് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ 3 ലെയേർഡ് എന്താണ് കോട്ട് രൂപിക്കുന്നു. ഓക്കെ, അതിനെ പറയുന്ന പേര് സിസ്റ്റ് എന്നാണ്. 3 ലെയറുള്ള ഒരു കോട്ട് അങ്ങ് ഉണ്ടാക്കും അവരെ ചുറ്റിയിരിക്കാൻ വേണ്ടി, കവർ ചെയ്യാൻ വേണ്ടി. ആ 3 ലെയർ എന്ത് ചെയ്യുക? ആ കോട്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എൻസിസ്റ്റേഷൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന എൻസിസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇവിടെ നമ്മൾ അറിയേണ്ടത് എൻസിസ്റ്റേഷൻ ടൈമിൽ അമീബ നടത്തുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ബൈനറി എഴുതി വെക്കരുത്. എന്താ? അവർ കൂട്ടിലിരിക്കുമ്പോൾ ഒത്തിരിയും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും. നോക്കിക്കേ, മൾട്ടിപ്പിൾ ഫിഷൻ ആണ്. അതാണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. മൾട്ടിപ്പിൾ ഫിഷൻ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. കിട്ടിയോ? ഓക്കെ ആണോ? ഓക്കെ, സാധാരണഗതിയിൽ ഈസ്റ്റ് ബഡ്ഡിങ് വഴിയും അമീബ ബൈനറി ഫിഷൻ വഴിയും ഹൈഡ്ര ബഡ്ഡിങ് വഴിയും സ്പോഞ്ച് ജെമ്മ്യൂൾ വഴിയുമാണ് എന്ത് ചെയ്യുന്നത്? ക്ലോൺസിനെ ഉണ്ടാക്കുന്നത്. ഓക്കെ, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നത്. എന്നാൽ അമീബകൾക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു കൊള്ളാത്തൊരു സാഹചര്യം വരുമ്പോഴും കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. അപ്പൊ അവരെന്ത് ചെയ്യും? അവരങ്ങ് ചുരുളും. അവരുടെ ഈ സ്യൂഡോപോഡിയ കാലുകളെല്ലാം അങ്ങോട്ട് ഉൾവലിഞ്ഞിട്ട് പുറത്ത് 3 ലെയറുള്ള ഒരു കോട്ട് ഉണ്ടാക്കും. ആ കോട്ടിന് നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റ് എന്ന്. അങ്ങനെ സിസ്റ്റ് ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എൻസിസ്റ്റേഷൻ. ഈ എൻസിസ്റ്റേഷൻ ടൈമിൽ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് ഏത് ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്? ബൈനറി ആണോ? ബൈനറി അല്ല. അൺഫേവറബിൾ കണ്ടീഷനിൽ സിസ്റ്റ് ഫോം ചെയ്ത് കഴിയുമ്പോൾ അവർ മൾട്ടിപ്പിൾ ഫിഷൻ ആണ് വിധേയമാകുന്നത് കേട്ടോ. മൾട്ടിപ്പിൾ ഫിഷൻ ആണ് വിധേയമാകുന്നത്. ഇനി ഇത് എന്താ? നല്ലൊരു കണ്ടീഷൻ വരുമ്പോൾ ഈ സിസ്റ്റ് എല്ലാം അവിടെ പൊട്ടിച്ച് അവർ പുറത്തേക്ക് വരും. അതിനൊരു പേര് പറയും, സ്പോറുലേഷൻ എന്നാ പറയുക കേട്ടോ. എന്താണ്? സ്പോറുലേഷൻ. സ്പോറുലേഷൻ എന്ന് പറയും. സ്പോറുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സിസ്റ്റ് പൊട്ടി ആ അമീബ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പുറത്തേട്ട് വരുന്നതിനെ പറയുന്ന പേരാണ് സ്പോറുലേഷൻ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ നോക്കാം, വേഗത്തിൽ നോക്കാം. ദ വൈഡൽ ടെസ്റ്റ് ഈസ് എ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ്? ദ വൈഡൽ ടെസ്റ്റ് ഈസ് എ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ്? മക്കളെ വേഗം പറഞ്ഞേ, ഏത് രോഗം തിരിച്ചറിയാനാണ് നമ്മൾ വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. വൈഡൽ ടെസ്റ്റ് ഏതാ? ന്യൂമോണിയ, മലേറിയ, പ്ലേഗ്, ടൈഫോയിഡ് എന്നിവ ഓപ്ഷനിലുണ്ട്. ഏതാണ് ശരിയായ ഉത്തരം എന്നറിയാമോ?
ഇത് ടൈഫോയിഡ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈഫോയിഡ് രോഗം തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ഡയഗ്നോസ് ചെയ്യാനായിട്ട് നടത്തുന്ന ടെസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത്? വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ഇതൂടെ നോക്കിക്കോ, മാൻഡോക്സ് ടെസ്റ്റ്. മാൻഡോസ് ടെസ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബർക്കുലോസിസ് അറിയാൻ വേണ്ടിയിട്ടാണ്, TB രോഗത്തെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ടെസ്റ്റാണ് മാൻഡോക്സ് എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ വേറെണ്ണം കൂടിയുണ്ട്, ആരാണ്? നമ്മുടെ HIV. നിങ്ങൾക്ക് അറിയാമല്ലോ, HIV ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റിൻ്റെ പേരെന്താ? HIV ടെസ്റ്റ്. HIV തിരിച്ചറിയാൻ നമ്മൾ നടത്തുന്ന ടെസ്റ്റിൻ്റെ പേരെന്താ? എലിസ കേട്ടോ. കോമൺ ആയിട്ട് ഏതാണ്? എലിസയാണ്. ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പഠിക്കുക? എലിസ പഠിക്കുക. എലിസ കൂടാതെ എന്തൊക്കെയുണ്ട്? വെസ്റ്റേൺ ബ്ലോട്ടും സദേൺ ബ്ലോട്ടും ഒക്കെ ഉണ്ട്. ഇവിടെ നമ്മളൊന്ന് എലിസ മനസ്സിലാക്കി വെക്കുക. ടൈഫോയിഡ് വൈഡൽ ടെസ്റ്റ് ഒരു കോമൺ ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടൈഫോയിഡ് തിരിച്ചറിയാനുള്ള ഡയഗ്നോസിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? അത് വൈഡൽ ടെസ്റ്റ് ആണ്. ആൻഡ് ദെൻ TB രോഗം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് ആണ് മാൻഡോക്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. In which of the following option are all mentioned disease transmitted by insect? മക്കളെ വേഗത്തിൽ സെലക്ട് ചെയ്യണം. ഇൻസെക്റ്റ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പകരുന്ന രോഗങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സെലക്ട് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് സെലക്ട് ചെയ്യാൻ പറ്റുക? തന്നിരിക്കുന്നവയിൽ ഇൻസെക്റ്റ് മുഖാന്തരം പകരുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രോഗം ഇതിൽ ഏത് തിരഞ്ഞെടുക്കാം നമുക്ക്? മലേറിയ, ഡെങ്കു, ചിക്കൻഗുനിയ. മലേറിയ, ഡെങ്കു, ചിക്കൻഗുനിയ. മലേറിയ രോഗത്തിന് കാരണം ആരാണ്? മലേറിയയെ പരത്തുന്നത് ആരാണ്? യെസ്, അത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയാണ്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോയാണ് എന്ന് നമുക്കറിയാം. പിന്നീട് തന്നിരിക്കുകയാണ് ഡെങ്കു ഫീവർ, ഡെങ്കിപ്പനി. ആരാ പരത്തുന്നേ? ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ എന്താണ് ചിക്കൻ ഗുനിയയും. രണ്ട് രോഗം, ഡെങ്കു ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിക്കൻ ഗുനിയ ആയിക്കോട്ടെ, രണ്ടും ഏതാണ്? ഈഡിസ് മൊസ്കിറ്റോയാണ് കേട്ടോ. ഏതാണ്? ഈഡിസ് മൊസ്കിറ്റോയാണ് പരത്തുന്നത്. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ക്യൂലെക്സ് മൊസ്കിറ്റോ എന്ന് കേട്ടിട്ടില്ലേ? ക്യൂലെക്സ് കൊതുകുകൾ എന്തിനെയാ പരത്തുന്നത്? ക്യൂലെക്സ് മൊസ്കിറ്റോ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ത്. കിട്ടിയോ? അപ്പോൾ മലേറിയ രോഗത്തിനെ പരത്തുന്നത് അനോഫിലസ് മൊസ്കിറ്റോയാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെ സിക്ക വൈറസ്, യെല്ലോ ഫീവർ, ഇതൊക്കെ പരത്തുന്നത് ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. ക്യൂലെക്സ് മൊസ്കിറ്റോ പരത്തുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത്? ഫൈലേറിയാസിസ് എന്ന് പറയുന്നത് കേട്ടോ. ക്യൂലെക്സ് കൊതുകുകൾ പരത്തുന്ന ഏതിനെയാണ്? ഫൈലേറിയാസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. And then the next one, which of the following is a fish-like reptile? തന്നിരിക്കുന്നതിൽ ഫിഷിനെ പോലെ കാണുന്ന റെപ്റ്റൈൽ ഏത് എന്നുള്ളതാണ്. ഇത് പണ്ടുള്ള ജീവിയായിരുന്നു കേട്ടോ. നോക്കിക്കേ, ഏതാണ് തന്നിരിക്കുന്നതിൽ? ഈ ഫസ്റ്റ് വൺ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഇക്തിത്തോസോസ് ആണ്. ഇത് നമുക്ക് കണക്ട് ചെയ്യാമായിരുന്നു. എങ്ങനെയാണെന്ന് അറിയാമോ? ഇവിടെ നോക്കിക്കേ, ഫിഷ് ലൈക്ക്, മീനിനെ പോലെ. മീനിനെ കുറിച്ചുള്ള പഠനം ഏതാ? നമ്മൾ ഫിഷിനെ കുറിച്ച് പഠിക്കുന്നതിന് എന്താ പറയാ? സ്റ്റഡി എന്താ പറയാ? ഇക്തിത്തോളജി എന്നല്ലേ പറയാ അല്ലേ? ഇക്തിത്തോളജി എന്നാണ് പറയുന്നത്. ആ ടേമുമായിട്ട് ഇവിടെ കണക്ട് ചെയ്തുകൂടെ? ഫിഷ് ലൈക്ക്. അപ്പോൾ തന്നിരിക്കുന്നതിൽ നോക്കിക്കുക ഇക്തിത്തോസോസ്, അപ്പോൾ ഇത് തന്നെയായിരിക്കും. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് ആൻസറിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഫിഷിനെ കുറിച്ചുള്ള പഠനങ്ങൾ സ്റ്റഡീസ് എല്ലാം നോക്കി വെക്കുക കേട്ടോ. ഫിഷിനെ കുറിച്ചായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് റെപ്റ്റൈലിനെ കുറിച്ചായിക്കോട്ടെ, അങ്ങനെ ഈച്ച് ആൻഡ് എവ്രി വൺ. എന്താ നമ്മുടെ ഓർഗൻസ് ആണെങ്കിലും കിഡ്നിയെ കുറിച്ച്, ഹാർട്ടിനെ കുറിച്ച്, ലങ്സിനെ കുറിച്ച്, ബ്രെയിനിനെ കുറിച്ച്, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും വ്യക്തമായ സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത നമുക്ക് നോക്കാം. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം. അപ്പം മക്കളെ എന്താ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ ശരീരത്ത് എങ്ങനെയാ ബ്ലഡ് ഒഴുകുന്നത്? വെസൽസിൽ കൂടി ക്ലോസ്ഡ് വേർഷനിലാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? നമുക്കെല്ലാം എങ്ങനെയാ? രക്തം ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണോ? ക്യാവിറ്റി ഫില്ലായിട്ടിരിക്കുകയാണോ? അല്ല, രക്തക്കുഴലിലൂടെയാണ് നമ്മുടെ എല്ലാം രക്തം ഒഴുകുന്നത്. ഇത്തരത്തിൽ രക്തക്കുഴലിലൂടെ ക്ലോസ്ഡ് ആയിട്ട് ഒഴുകുകയാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്നാണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ എന്തായിരിക്കും ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം? ഇത്തരത്തിൽ ക്ലോസ്ഡ് വേർഷൻ ഇല്ല. എന്തില്ല? വെസൽസ് ഇല്ല. ബോഡി നിറയെ, ബോഡിയുടെ ക്യാവിറ്റി ഫുള്ളായിട്ട് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എന്താ രക്തം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സർക്കുലേറ്ററി സിസ്റ്റം ആണെങ്കിൽ അതിനെയാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഓർഗാനിസങ്ങളാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കൾ ഏതാണ്?
ടിനോഫോസ് ആണോ, അനലിഡ്സ് ആണോ, ആർത്രോപോഡയും മൊളസ്കും ആണോ എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഈ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആരെയാണ്? ഇൻസെക്റ്റുകൾ എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ഇൻസെക്റ്റുകൾ എന്ന് പറഞ്ഞു, പാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, ഇൻസെക്റ്റുകൾ വരുന്നത് എവിടെയാണ്? ഇൻസെക്റ്റ് വരുന്നത് ആർത്രോപോഡയിലാണ്. അതുപോലെ തന്നെ മൊളസ്കയ്ക്ക് ഉദാഹരണം ആലോചിച്ച് നോക്കിക്കേ, ഒച്ച്, സ്നെയിലൊക്കെ. അപ്പോൾ അതിൻ്റെയും ബോഡിയിൽ ആരില്ല? ബ്ലഡ് വെസലിൽ കൂടിയല്ല ബ്ലഡ് ഒഴുകുന്നത്, ക്യാവിറ്റി ഫില്ല് ചെയ്ത് ഇങ്ങനെ കാണുകയാണ്. സോ ഇത്തരത്തിൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുന്നത് എന്താണ്? നമ്മുടെ വെസലിൽ കൂടിയല്ല രക്തം ഒഴുകുന്നത്, ക്യാവിറ്റി നിറഞ്ഞിങ്ങനെ രക്തം ഇരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്നാണ്. കാണിക്കുന്നത് ആരാണ്? തന്നിരിക്കുന്നതിൽ ഓർഗാനിസം ആർത്രോപോഡും മൊളസ്കുമാണ് ഈ ഒരു നേച്ചർ കാണിക്കുന്നത്. ആർത്രോപോഡും മൊളസ്കുമാണ് ഈ ഒരു നേച്ചർ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. ആർത്രോപോഡ്സ് അറിഞ്ഞിരിക്കുക. ഈ കൂട്ടത്തിലാണ് ഇൻസെക്റ്റുകളെല്ലാം തന്നെ വരുന്നത് കേട്ടോ. ഇൻസെക്റ്റുകളെല്ലാം തന്നെ വരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് ചോദിക്കുകയാണ്, ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ കൺട്രാക്ഷൻ. എന്താണ് യൂണിറ്റ് ഓഫ് മസിൽ? മസിലിൻ്റെ യൂണിറ്റ്, ഫങ്ഷണൽ യൂണിറ്റ് ഏതാ മക്കളെ തിരഞ്ഞെടുക്കുക? സാക്രോമിയർ, സാക്രോലെമ്മ, സാക്രോപ്ലാസം, മയോ ഫൈബ്രിൽ എന്നിവ ഓപ്ഷനിലുണ്ട്. ഏതാണ് നമ്മൾ പിക്ക് ചെയ്യുക? യൂണിറ്റ്, മസിലിൻ്റെ യൂണിറ്റ് ആയി കണക്കാക്കുന്ന ആരെയാണ്? സാക്രോമിയർ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. സാക്രോമിയർ ആണ് കേട്ടോ. സാക്രോമിയർ. സാക്രോലെമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും പുറമെയുള്ള മെംബ്രൈൻ, ആ മസിലിനെ പൊതിഞ്ഞിരിക്കുന്ന കവർ ചെയ്ത് കാണുന്ന മെംബ്രൈൻ ആണ് കേട്ടോ. ഇനി സാക്രോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് പോലെ അതിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് സാക്രോപ്ലാസം എന്ന് പറയുന്നത് കേട്ടോ. സാക്രോപ്ലാസം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ മയോഫൈബ്രിൽ എന്ന് പറയുന്നത് എന്താണ്? അതിനുള്ളിൽ കാണുന്ന ഒരു പ്രോട്ടീൻ തണ്ടുകളെ പോലെ കാണുന്ന, നാരുകളെ പോലെ കാണുന്ന ആളാണ് മയോഫൈബ്രിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത പോയിന്റ് ഇത് തന്നെയാണ്. ഏതാണ്? ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ. നമ്മൾ എല്ലാത്തിൻ്റെ യൂണിറ്റുകൾ പറഞ്ഞു പോയവരാണ് അല്ലേ? അപ്പോൾ ഫങ്ഷണൽ യൂണിറ്റ് മസിലിൻ്റെത് ആരാണ്? സാക്രോമിയർ ആണ്. മറന്നു പോകാൻ പാടില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ ആക്റ്റിനും മയോസിനും അതും എന്ത് ചെയ്യുക? ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഭംഗിയായിട്ട് ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം കേട്ടോ. ഡെങ്കു ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻ ത്രൂ ദ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോ നിങ്ങൾ തന്നെ പറഞ്ഞു, വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഒരു കൺഫ്യൂഷനും വേണ്ടാത്തൊരു ക്വസ്റ്റ്യനാണ്. ഡെങ്കിപ്പനി പരത്തുന്നത് ആരാണ് എന്നാണ്, ഇൻഫെക്റ്റ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് അല്ലേ? വല്ല ഡൗട്ടും വേണോ നമുക്ക്? മൊസ്കിറ്റോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഏത് മൊസ്കിറ്റോ? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തല്ലേ ഉള്ളൂ. ഏത് മൊസ്കിറ്റോ? സ്പെസിഫൈ ചെയ്ത് ഏത് കൊതുകാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഏത് കൊതുകാന്ന് പറയും? ഈഡിസ് കൊതുകുകളാണ് അല്ലേ? ഈഡിസ് കൊതുകുകളാണ്. വെരി ഗുഡ്. ഈഡിസ് കൊതുകുകളാണ് എന്ന് അറിയാം. ഡോഗ് ആണ് എങ്കിലോ? ഡോഗ് സ്പ്രെഡ് ചെയ്യുന്നത് ഏതെങ്കിലും പറയാമോ? ഡോഗ് ഏതാ? റാബിസ് അല്ലേ? എന്താണ്? ഡോഗ് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് രോഗത്തെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേവിഷബാധ, റാബിസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അത് നെക്സ്റ്റ് വൺ ട്യൂബർകുലോസിസ്. മക്കളെ എന്താ? TB എന്നറിയപ്പെടുന്ന ക്ഷയരോഗം. ഓക്കെ, ക്ഷയരോഗം ക്യാൻ ബി പ്രിവെന്റഡ് ബൈ അവോയ്ഡിങ് ദ ഇൻഫെക്ഷൻ ബൈ എ ഡാഷ്. അതായത് TB എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണ്? നമ്മൾ ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പഠിച്ചൊരു വെരി ഗുഡ്. ഏതാണ്? ഫംഗസ് ആണോ, റാൺവോം ആണോ, വൈറസ് ആണോ, ബാക്ടീരിയ ആണോ എന്നാണ് ചോദ്യം. ഏതാ മക്കളെ? ബാക്ടീരിയ ആണ് അല്ലേ? ബാക്ടീരിയം ഡിസീസ് ആണ് ആരെന്ന് പറയുന്നത്? ട്യൂബർകുലോസിസ്. ഏത് ബാക്ടീരിയം? ചോദ്യം അവിടെ നിൽക്കട്ടെ. ഏത് ബാക്ടീരിയ എന്ന് പറഞ്ഞ് വേഗം. ഏത് ബാക്ടീരിയ ആണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. രോഗകാരികളുടെ പേര്. ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പേര് നമ്മൾ മെൻഷൻ ചെയ്ത് പഠിച്ചു പോയതാണ്. സോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക. TB ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന രോഗകാരിയായ ബാക്ടീരിയ ആണ് ഏത് രോഗം ഉണ്ടാക്കുന്നത്? TB രോഗം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. TB രോഗം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദെൻ അതുപോലെ തന്നെ നമ്മൾ TB രോഗത്തിനെതിരെയുള്ള വാക്സിൻ ഏതാന്ന് പറഞ്ഞേ? വാക്സിൻ ഏത് വാക്സിനാണ് നമ്മൾ TBക്ക് എതിരായിട്ട് നൽകുന്നത്? യെസ്, വെരി ഗുഡ്.
BCG അല്ലേ, ബാസിലസ് കാൽമറ്റി ഗ്യൂറിൻ, BCG വാക്സിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ BCG വാക്സിൻ ഒരു കുഞ്ഞ് ആദ്യം എടുക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ ആണ്, ജനിച്ച് ഉടനെ എടുക്കുന്ന വാക്സിൻ ആണ് അല്ലേ BCG വാക്സിൻ എന്ന് പറയുന്നത്. അതും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. BCG വാക്സിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു BCG അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് രോഗം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? യെസ്, ടെസ്റ്റിൻ്റെ പേരൂടെ ഒന്ന് പറഞ്ഞേ. ടെസ്റ്റിൻ്റെ പേര് മാൻഡോസ് ടെസ്റ്റ് കേട്ടോ, മാൻഡോസ് ടെസ്റ്റ്. അത് മറന്നു പോകരുത്. മാൻഡോസ് ടെസ്റ്റ് ഏതാന്ന് വെച്ചാൽ മാൻഡോസ് ടെസ്റ്റ്. പിന്നെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് നൽകുന്ന ട്രീറ്റ്മെൻറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഷോർട്ട് ടേം കോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ഷോർട്ട് ടേം കോഴ്സ്. ഓക്കെ, ആ ഒരു രീതിയിലാണ്. അതായത് നമ്മൾ ഒരു 6-7 മാസം കണ്ടിന്യൂസ് കറക്റ്റായിട്ട് ടാബ്ലറ്റ് എടുത്താൽ മാത്രമേ ഈ രോഗം എന്ത് ചെയ്യൂ, മാറുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് കാണിക്കുന്ന, മുതിർന്നവരിൽ മരണനിരക്ക് ഏറ്റവും കൂടുതൽ കാണിക്കുന്ന രോഗം ഏതാണ്? അത് ക്ഷയരോഗമാണ്, TB ആണ്. ഓൾ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ലിവിങ് തിങ്സ്. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി സിമ്പിൾ ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. എന്താ താഴെ തന്നിരിക്കുന്നതിൽ ലിവിങ് തിങ്സ് കാണിക്കുന്ന ക്യാരക്ടർ അല്ലാത്തത് ഏത്? എക്സെപ്റ്റ് 1 ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. മക്കളെ ഏതായിരിക്കും? ജീവനുള്ളത്. അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കുക, ജീവനുള്ളവയുടെ ക്യാരക്ടർ ആലോചിച്ച് നോക്കുക. അതല്ലാത്ത ഏതാണ്? ഗ്രോത്ത്, റെസ്പിറേഷൻ, വെതറിങ്, എക്സ്ക്രീഷൻ അല്ലേ? ജീവൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് വളരും. ആൻഡ് ദെൻ ജീവൻ ഉണ്ടെങ്കിൽ റെസ്പിറേഷൻ നടത്തും, ശ്വസനം നടത്തും. ജീവൻ ഉണ്ടെങ്കിൽ വിസർജന വ്യവസ്ഥ ഉണ്ടായിരിക്കും, എക്സ്ക്രീഷൻ ഉണ്ടായിരിക്കും. വെതറിങ് ഈസ് എന്താണ്? വെതറിങ് എന്ന് പറയുന്നത് ഒരു ലിവിങ് തിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല അല്ലേ? അല്ല. ഇത് എന്താണ്? നമ്മൾ റോക്കിൻ്റെ ഒക്കെ കേസിലെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വെതറിങ് പറയുക. അപ്പോൾ ഇത് എന്തല്ല? ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടുന്നതല്ല എന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമായിരുന്നു. ആൻഡ് ദെൻ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് സച്ച് എസ് പിസ്സ, പാസ്ത, നൂഡിൽസ് എക്സെട്ര ആർ ദ റിച്ച് ഇൻ ഡാഷ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡായിട്ട് കഴിക്കുന്ന പിസ്സ ആയിക്കോട്ടെ, പാസ്ത ആയിക്കോട്ടെ, ന്യൂഡിൽസ് ആയിക്കോട്ടെ, ഇതിലെല്ലാം കാണുന്ന ന്യൂട്രിയൻ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനറൽ ആണോ, പ്രോട്ടീൻ ആണോ, വൈറ്റമിൻ ആണോ, കാർബാണോ എന്നാണ് ചോദ്യം. യെസ്, ഇതിലെല്ലാം എന്താണ്? കാർബാണ് കൂടുതലുള്ളത്. കാർബാണ് കൂടുതലുള്ളത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. കാർബാണ് കൂടുതലുള്ളത്. കാർബ് മക്കളെ നമുക്ക് എന്താ തരുന്നേ? കാർബ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നേ? കാർബ് എനർജി ഗിവിങ് ആണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യുന്നു? എനർജി തരുന്നു, ഊർജം തരുന്നു എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, എക്സസ് കാർബോഹൈഡ്രേറ്റ്. എന്ത് ചെയ്യാണ്? തോനെ കാർബോഹൈഡ്രേറ്റ് നമ്മളെ ബോഡിയിലേക്ക് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് നമ്മൾ എവിടെ സൂക്ഷിക്കുന്നു? കൺവേർട്ട് ചെയ്ത് ആരായിട്ടാണ് ലിവറിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ദെൻ സ്റ്റോർഡ് ഇൻ ദ അഡിപ്പോസ് ഓൾസോ. ഈ അഡിപ്പോസിൻ്റെ ടേം ഒക്കെ അറിയാവുന്നവർക്ക് താഴത്തെ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. യെസ്, വെരി ഗുഡ്. ഏതാണ്? ഫാറ്റ് ആണ് കേട്ടോ. അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ മറ്റൊരു പേരാണ് എന്താ? ഫാറ്റ് ടിഷ്യൂ അല്ലേ? നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ? ഫാറ്റ് ടിഷ്യൂ ആണ്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒരുപാട് എക്സസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിലേക്ക് വന്നാൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? യെസ്, അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആ ലിവർ, എന്നിട്ട് അത് അഡിപ്പോസ് ഫാറ്റ് ആയിട്ട് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. യെസ്, ഗുഡ്. അങ്ങനെ ആ ഒരു ചോദ്യത്തിൽ ഉത്തരവായിട്ട് കണക്ട് ആവുന്ന ഏതെങ്കിലും വേർഡെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. സൂപ്പർ. And the next one, which of the following are essential for growth and repair of muscle and other body tissue? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ന്യൂട്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരിക. ഓക്കെ, കോമൺ ക്വസ്റ്റ്യൻ പോലെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരിക. പിന്നെ അതിൻ്റെ അളവുകളൊക്കെ അറിഞ്ഞിരിക്കണം. പെർ ഡേ എത്രയൊക്കെ പോർഷൻസ് വേണം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അപ്പം പറഞ്ഞ വേഗം, ഗ്രോത്തും റിപ്പയറിനും സഹായിക്കുന്നത് എന്തിൻ്റെയാ? മസിൽ. അപ്പം മസിൽ എന്ന ടേം കിട്ടിയപ്പോൾ തന്നെ കിട്ടി അല്ലേ? എന്താണ് മസിൽ? ബിൽഡിംഗ്, ബോഡി ബിൽഡിംഗ്. ഏതാണ്? യെസ്, പ്രോട്ടീൻ ആണ്. ബോഡിയെ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? പ്രോട്ടീൻ ആണ് അല്ലേ? അപ്പോൾ ആ ടേം ഏതെങ്കിലും ഒരു വേർഡ് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും കറക്റ്റായിട്ട്. സോ പ്രോട്ടീൻ ആണ് എന്ന് അറിയാം. നമ്മൾ പ്രോട്ടീനെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ? ബോഡി ബിൽഡിംഗ് ന്യൂട്രിയൻ്റ് എന്നറിയപ്പെടുന്നത് പ്രോട്ടീനെയാണ്. പ്രോട്ടീൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം വേഗത്തിൽ പറഞ്ഞേ. പ്രോട്ടീൻ ഇനഫ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന രോഗം, ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? ക്യാഷിയോക്കർ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാഷിയോക്കർ. യെസ്, വെരി ഗുഡ്. ക്യാഷിയോക്കർ ആണ്, ക്യാഷിയോക്കർ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻ ഓൺലി വാട്ടർ സോളിബിൾ വൈറ്റമിൻ? മക്കളെ ഇതിൽ വാട്ടർ സോളിബിൾ വൈറ്റമിൻ ഏതാണ്? നമ്മൾ വൈറ്റമിൻസ് ഡിസ്കസ് ചെയ്താണെങ്കിൽ വൈറ്റമിൻസിൻ്റെ ഒരു സിമ്പിൾ വൺ മാത്രമേ ഇതുള്ളൂ. വൈറ്റമിൻസിൻ്റെ എന്താണ്?
എല്ലാത്തിൻ്റെയും കെമിക്കൽ നെയിം അറിയണം, എല്ലാം ഡെഫിഷ്യൻസി ഡിസീസുകൾ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കണം കേട്ടോ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാ? വെള്ളത്തിൽ ലയിക്കുന്നത് ആരൊക്കെയാണ്? ബിയും സിയുമാണ് അല്ലേ? വെള്ളത്തിൽ ലയിക്കുന്നത് ബിയും സിയുമാണ്. ഫാറ്റിലാണ് എങ്കിൽ ആരാണ്? അടക്കാണ് അല്ലേ? ഫാറ്റിലാണ് എങ്കിൽ അടക്കാണ്. ഇവ ഓരോന്നിൻ്റെയും കെമിക്കൽ നെയിം, ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡെഫിഷ്യൻസി ഡിസീസ് വളരെ കൃത്യമായി തന്നെ പഠിച്ചുകൊണ്ട് പോവാം. ഹൗ മച്ച് മിൽക്ക് ഈസ് റെക്കമെൻഡഡ് ഇൻ എ ബാലൻസ്ഡ് ഡയറ്റ്? ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഒരു ദിവസം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന മിൽക്കിൻ്റെ, പാലിൻ്റെ അളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 50 ml, 1000 ml, 250 ml, 200 ml എന്നിവ ഓപ്ഷനിലുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ഇതിൽ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് വരുന്ന ആരാ? നമുക്ക് 250 എടുക്കാം കേട്ടോ. 250 ml കാല് 250 ml നമുക്ക് എടുക്കാം ബാലൻസ് ഡയറ്റിൽ. ഒരു മുതിർന്ന ആളിൻ്റെ കേസിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഓക്കെ ഒരാളുടെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ഡയറ്റിൽ മിൽക്കിൻ്റെ അളവ് ഇത്രയും എടുക്കാവുന്നതാണ്. ഓക്കെ. ആൻഡ് ദെൻ ഇതുപോലെ തന്നെ പ്രോട്ടീൻ ആയാലും കാർബ് ആയാലും എല്ലാം എന്ത് ചെയ്യുക? അറിഞ്ഞു വെക്കണം കേട്ടോ. ഫിഷ്, മീറ്റ്, ചിക്കൻ, നട്ട്. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ഡയറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ന്യൂട്രിയൻസ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിക്കേ, കാർബ് നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങ് ഒഴിവാക്കാം, കാർബ് ഇല്ല. അപ്പോൾ കാർബ് വരുന്ന രണ്ടും, കാർബോഹൈഡ്രേറ്റ് വരുന്ന രണ്ടിനെ നമുക്ക് ഒഴിവാക്കാം, കാർബ് ഇല്ല ഇതിൻ്റെ അകത്ത്. പിന്നെ ഫാറ്റും മിനറലും തന്നിട്ടുണ്ട്, പ്രോട്ടീനും ഫാറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും? ചിക്കൻ ഉണ്ട്. ചിക്കൻ ഉറപ്പായിട്ടും ആരാണ്? പ്രോട്ടീനാണ് അല്ലേ? പ്രോട്ടീനാണ്. ആൻഡ് ദെൻ നട്ട്സും മീറ്റും ഒക്കെ, നട്ട്സ് ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അത് എന്ത് വരും? ഫാറ്റാണ്. സോ ഓപ്ഷൻ 4 ആ പിക്ക് ചെയ്യുക. അപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നതിനെ കട്ട് ചെയ്ത് അന്നേരം മാറ്റുക. പിന്നെ തന്നിരിക്കുന്നതുമായിട്ട് കണക്ട് ചെയ്ത് എന്താണെന്ന് ചിന്തിക്കുക. അത് പ്രോട്ടീനും ഫാറ്റും തന്നെയാണ് ശരിയായ ഉത്തരം. അപ്പോൾ സോഴ്സുകളും അറിഞ്ഞിരിക്കണം. അപ്പോൾ ചോദ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? സോഴ്സുകളും, അതായത് കാർബിൻ്റെ സോഴ്സ്, മെയിൻ സോഴ്സുകൾ ഏതൊക്കെയാണ്, പ്രോട്ടീൻ മെയിൻ സോഴ്സ് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, റിച്ച് ഫുഡ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി നോക്കി വെക്കണം കേട്ടോ. ഇൻ സ്പൈറോഗൈറ റിപ്രൊഡക്ഷൻ occur through which of the following method? വേഗത്തിലൊന്ന് നോക്കാം. ഇൻ സ്പൈറോഗൈറ റീപ്രൊഡക്ഷൻ occur through which of the following method എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബഡ്ഡിംഗ്, ബൈനറി ഫിഷൻ, ഫ്രാഗ്മെന്റേഷൻ ആൻഡ് ദെൻ സ്പോർ ഫോർമേഷൻ എന്നിവ ഓപ്ഷനിലുണ്ട്. ഏത് പിക്ക് ചെയ്യാം? നമുക്കറിയാം റീപ്രൊഡക്ഷൻ എപ്പോഴും അസെക്ഷൽ ആണ് അല്ലേ? വളരെ ചെറിയ ജീവികളിൽ നടക്കുന്ന കേസാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഏതാണെന്നറിയാമോ? ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്? നമുക്ക് ഇതിൽ ഓരോന്നിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ബഡ്ഡിങ് ഡിസ്കസ് ചെയ്ത് പോയതാണ് മക്കളെ. ബഡ്ഡിങ്ങിൻ്റെ കേസിൽ ഏതാ നമ്മൾ പറയുക? ബഡ്ഡിങ്. വേഗത്തിൽ പറഞ്ഞേ, ബഡ്ഡിങ് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? ബഡ്ഡിങ് നമ്മൾ പഠിച്ചത് എക്സാമ്പിൾ ബഡ്ഡിങ് മെത്തേഡിൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ബഡ്ഡിങ് മെത്തേഡിൽ നമ്മൾ പഠിച്ചത്. യെസ്, വെരി ഗുഡ്. ഹൈഡ്രയും ഈസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്ര ആൻഡ് ഈസ്റ്റ്, ഹൈഡ്രയും ഈസ്റ്റുമാണ് അല്ലേ? അതായത് ബഡ്ഡിങ് മീൻസ് എന്താണ്? ഇപ്പം ഹൈഡ്രയെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രയുടെ ബോഡിയിൽ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ചെറിയ ബഡ്സുകൾ കാണും. ഈ ബഡ്സുകൾ എന്ത് ചെയ്യും? ആ ഒരു പേരന്റ് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ആൻഡ് ദെൻ ആഫ്റ്റർ സെപ്പറേഷൻ എന്ത് ചെയ്യും? ഇതൊരു ഇൻഡിവിജ്വലായിട്ട് വളരും. ഓക്കെ. എപ്പോഴും അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് കിട്ടുന്ന റിസൾട്ടന്റ് പ്രോജനി എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? ക്ലോൺസ് ആയിരിക്കും, പക്കാ കോപ്പി. പേരന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ. ഓക്കെ, പേരന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെ ജനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി, ജീൻ ബേസ്ഡ് ആണെങ്കിലും മോർഫോളജിക്കലി കാണാനാണെങ്കിലും പക്കാ കോപ്പി ആയിരിക്കും. പേരന്റുമായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള വ്യത്യാസവും കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇത് ഹൈഡ്ര ആയിക്കോട്ടെ ഈസ്റ്റ് ആയിക്കോട്ടെ ഇത്തരത്തിൽ എന്ത് ചെയ്യും? ബഡ് വരും. ആ ബഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെടും. സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? പുതിയൊരു ഓർഗാനിസമായിട്ട് വളരും. ആൻഡ് ദെൻ ബൈനറി ഫിഷൻ. ഇതും നിങ്ങൾ പറയും ബൈനറി ഫിഷൻ. വേഗത്തിലാവട്ടെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോയ ഒരു കാര്യമാണ് ബൈനറി ഫിഷൻ. പെട്ടെന്നാവട്ടെ. ബൈനറി ഫിഷൻ വേഗത്തിൽ പറഞ്ഞേ. ബൈനറി ഫിഷന്റെ കേസിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതെന്ന് നോക്കിക്കേ. മക്കളെ വേഗം പറ.
യെസ്, അമീബയാണ്. അമീബ മാത്രമല്ല മോനെ, അമീബ മാത്രമല്ല, ഒരാളെയും കൂടി നമ്മളിവിടെ പഠിക്കണം, പാരമീസിയം കൂടി പഠിക്കണം കേട്ടോ. പാരമീസിയം കൂടി നമ്മൾ പഠിക്കണം. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ അറിയാമോ? അതായത് ഒരു ബോഡി ഡിവൈഡ് ചെയ്ത് എത്ര പീസ് ആകുന്നുവോ അത്രയും കുഞ്ഞുങ്ങൾ. ഒരു ബോഡി ഡിവൈഡ് ചെയ്ത് എത്ര പീസായാൽ അത്രയും കുഞ്ഞുങ്ങൾ. 5 പീസായോ 5 പ്രോജനി, 5 ക്ലോൺസ് ഉണ്ടാവാണ്. 10 എണ്ണമായോ 10 എണ്ണാവാണ്. അങ്ങനെയെങ്കിൽ ഫ്രാഗ്മെന്റേഷന് ഉദാഹരണം എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? പ്ലാനേറിയ. ആൻഡ് വൺ മോർ, ആരാണ് അയാള്? അതാണ് നമ്മുടെ ചോദ്യത്തിലെ ആള്, സ്പൈറോഗൈറ. എന്ത് തന്നെ കാണിക്കുന്നുണ്ട്? ഫ്രാഗ്മെന്റേഷൻ, എത്ര പീസാവുന്നോ അത്രയാള്. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ നമ്മൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ദിസ് വൺ ആണ്. ഓക്കെ, അപ്പോൾ സ്പോർ ഫോർമേഷൻ കാണിക്കുന്നവരാരായിരിക്കും ഇവിടെ? ഫംഗസുകൾ എന്ത് കാണിക്കുന്നുണ്ട്? സ്പോർ വഴിയാണ്. ഫംഗസ് ഗ്രൂപ്പിൽ പെടുന്നവര് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിൽ, അതായത് നമ്മുടെ പെനിസീലിയം, ഫസ്റ്റ് ആന്റിബയോട്ടിക് കണ്ടുപിടിച്ചത് പെനിസീലിയം എന്ന് പറയുന്ന ഫംഗസ് ഇല്ലേ? ഈ പെനിസീലിയം ഫംഗസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുക? സ്പോർ ആണ് കേട്ടോ. അല്ലെ, പെനിസീലിയം ഇവിടെ നിൽക്കട്ടെ, സ്പോർ ബേസ്ഡ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ദെൻ അതുപോലെ തന്നെ സ്പോർ ബേസ്ഡ് ആയിട്ട് നമുക്ക് പ്ലാന്റിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരുണ്ട്? നമുക്ക് നമ്മൾ താലോഫൈറ്റ്, ബ്രയോഫൈറ്റ്, ടെറഡോഫൈറ്റ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഈ ഫേൺസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കിണറ്റിൻകരയിലൊക്കെ നിൽക്കുന്ന ഫേണുകൾ, അതും എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഇലയുടെ അടിയിലുള്ള സ്പോറുകൾ വഴിയാണ് കേട്ടോ. സ്പോറുകളാണ് ഫംഗൈ. നമുക്കിവിടെ സ്പോറിന്റെ കേസിൽ പഠിച്ചു വെക്കാം. റൈസോട്സ്, ബ്രെഡിൽ കാണുന്ന പൂപ്പലൊക്കെ എങ്ങനെയാ? നമ്മുടെ സ്പോർ വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്നൊന്ന് നോക്കി നന്നായിട്ട് മനസ്സിലാക്കുക. സ്പൈറോഗൈറിയം, പ്ലാനേറിയം, ഫ്രാഗ്മെന്റേഷൻ ആണ്. എത്ര പീസാവുന്നോ അത്രയും കുഞ്ഞുങ്ങൾ. അടുത്തത് അവസാനത്തെ ചോദ്യം. ദ മെയിൽ ഗ്യാമറ്റ് ഈസ് കോൾഡ്. ദിസ് വെരി സിമ്പിൾ വൺ. എന്താണ് മെയിൽ ഗ്യാമറ്റ് എന്ന് പറയുന്നത്? വേഗം മക്കളെ പറഞ്ഞേ. മെയിൽ ഗ്യാമറ്റ് വേഗത്തിൽ പറഞ്ഞേ. യെസ്, വല്ല ഡൗട്ടും വേണോ നമുക്ക്? സ്പേം ആണ്. അപ്പൊ എൻ്റെ ചോദ്യം, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗന്റെ പേരെന്താ? അതിൻ്റെ പേര് ടെസ്റ്റിസ് എന്നാണ്. സൈഗോട്ട് എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും ഫ്യൂസ് ചെയ്തുണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൈഗോട്ട് എന്ന് പറയുന്നത്. ഫ്യൂഷന്റെ റിസൾട്ടാണ് സൈഗോട്ട്. അപ്പൊ എന്താണ് ഓവം എന്ന് പറയുന്നത്? ഫീമെയിലിന്റെ ഗ്യാമറ്റാണ്. ഫീമെയിൽ ഗ്യാമറ്റാണ് ഓവം. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗന്റെ പേരെന്താണ്? അത് ഓവറി എന്നാണ്. എന്താണ് എംബ്രിയോ? ഫ്യൂഷന്റെ റിസൾട്ടന്റ് ആയിട്ടുണ്ടായ സൈഗോട്ട് വളർന്ന് വരുന്നതാണ് ആരെന്ന് പറയുന്നത്? എംബ്രിയോ എന്ന് പറയുന്നത്. കിട്ടിയേ? ഓക്കെ ആണേ? സ്പേം എന്താണെന്നറിഞ്ഞു. സ്പേം ഇസ് എ സ്മോളസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി. ഏറ്റവും ചെറിയ സെല്ലാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓവത്തിൻ്റെ കേസിലാണെങ്കിൽ ലാർജസ്റ്റ് സെല്ല്. കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ, ബേസ് കാര്യങ്ങൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മൾ കുറേ ടേംസ് നമ്മൾ പഠിച്ചു അല്ലേ? ഫെർട്ടിലൈസേഷൻ, സൈഗോട്ട് ഫോർമേഷൻ അല്ലേ, ഇംപ്ലാന്റേഷൻ, ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. എല്ലാ ടേംസും അറിഞ്ഞിരിക്കുക. ജസ്റ്റേഷൻ പീരീഡ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ജസ്റ്റേഷൻ പീരീഡ്സ് കുറച്ച് 2-3 എണ്ണമെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. വളരെ നന്നായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ ഏതെങ്കിലും ചാപ്റ്ററിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ മിസ്സായി പോയി, അയ്യോ ഇതെനിക്ക് കണക്റ്റ് ആവുന്നില്ലല്ലോ എന്ന് തോന്നുവാണെങ്കിൽ ആ ചാപ്റ്ററിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ? ആ ചാപ്റ്റർ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഒന്നുകൂടെ നോക്കുക. അതിനുശേഷം വീണ്ടും ആ സെയിം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൂടാതെ നമ്മൾ ലൈവ് സെഷനിലെ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ മാക്സിമം 25-20 ചോദ്യങ്ങൾ വീതമാണ് ഓരോ ലൈവ് സെഷനിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. എന്നയിൽ അത് മോഡറേറ്റ് ആൻഡ് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുള്ളത്. നമുക്ക് റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും പറയുന്നത് വളരെ കൃത്യമായി പഠിച്ചു പോവുക, കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് കുറേ പോയിന്റുകൾ കിട്ടും. അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.